മോർണിംഗ് ഓൾ. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് അനുഗ്രഹിച്ചു തന്ന ജഗദീശ്വരനോട് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. താങ്ക് യു ഓൾ. പുതിയ കുറേയേറെ വ്യക്തികൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറുന്നുണ്ട്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുകയാണ്. അതോടൊപ്പം എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ. പേര് അഭിലാഷ് എന്നാണ്. എറണാകുളം ജില്ലയിൽ പളങ്ങിയിൽ താമസിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് വൈട്ടോറിയവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും തന്നെ ഈ ഒരു സൂമിന്റെ ഭാഗമായി ഡെയിലി 6 മണിക്ക് കണ്ടുമുട്ടുന്ന ആളുകളാണ്. നമുക്കറിയാം, എല്ലാ ദിവസവും തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കഴിയാവുന്ന ആളുകൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ ഓൺ ചെയ്ത് വെച്ചിട്ട് മറ്റ് പല കാര്യങ്ങൾക്കുമാണ് പോകുന്നതെങ്കിൽ ദയവായി ആ വീഡിയോ ഓഫ് ചെയ്ത് വെക്കുക. നമുക്ക് നമ്മുടെ ശ്രദ്ധ, കാരണം ഈ ഒരു സ്ക്രീനിൽ നോക്കി നിൽക്കുമ്പോൾ നമുക്കറിയാം പല ആളുകളുടെയും വീഡിയോസ് നമുക്ക് കാണാം. വളരെ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ അത്തരം ഇരിക്കുന്ന ആളുകളെ ഈ ഒരു പ്രോഗ്രാമിന്റെ ആ ഒരു വിജയിപ്പിക്കുന്നതിന് ഏറ്റവും മുഖ്യമായ പങ്കുവഹിക്കുന്ന ആളുകളാണ്. എനിവേ, എല്ലാ ദിവസവും തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മുടെ ഈ കേട്ടിരിക്കുന്ന ആളുകളും അതുപോലെ പറയുന്ന ആളുകൾക്കും കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പല പുതിയ ആളുകൾക്കും നമ്മൾ കൃത്യമായ രീതിയിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പുതിയ ആളുകൾക്ക് ഈ സൂമിൽ കയറുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അറിയണമെന്നില്ല. അത് അവരുടെ മിസ്റ്റേക്ക് അല്ല. നമ്മൾ ഓരോരുത്തരും ലീഡേഴ്സ് ആണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും ഈ ഒരു സൂമിൽ കൃത്യമായ രീതിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ ഒരു കൃത്യമായ രീതിയിൽ ആ ഒരു സമയത്ത് കയറി ഇരിക്കുന്നതും. എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, ഓരോ പ്രോഗ്രാമുകളും നമുക്ക് പല പല ആളുകളാണ് ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നത്. ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഓരോരുത്തരും പറഞ്ഞു തരുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത വളരെ വളരെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. കാരണം കേരളത്തിൽ ഈ ബിസിനസ് ആദ്യമായി ഈ ബിസിനസ് ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ 10 മാസക്കാലം കൊണ്ട് 1 കോടി രൂപ എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ ഫിഗറിലേക്ക് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആ ഒരു 1 CR അച്ചീവ്മെന്റ് എന്നുള്ളത്. ഇന്ന് കമ്പനിയിൽ നോക്കുമ്പോൾ ഏകദേശം 300-ലധികം വരുന്ന ആളുകൾ ആ ഒരു ലെവലിലേക്ക് വരുമാനം കൈപ്പറ്റിയിട്ടുണ്ട്. അത്തരം ചെറിയ ഒരു സമയം കൊണ്ട് 3 വർഷക്കാലം കൊണ്ട് ആ ഒരു നേട്ടത്തിലേക്ക് പല ആളുകളും എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് വ്യക്തികൾ, അതിനേക്കാൾ കൂടുതൽ ആളുകൾ വരാൻ വേണ്ടി പോകുന്ന ഒരു സമയമാണ്. ഈ ഒരു അടുത്ത നെക്സ്റ്റ്, അതായത് റീപർച്ചേസിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്ന് വരുന്ന വ്യക്തിയെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. 10 മാസക്കാലം കൊണ്ട് കേരളത്തിൽ 1 കോടി രൂപ അച്ചീവ് ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അത്രമാത്രം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ എന്നുള്ളത്. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തികളായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പ്രവർത്തിച്ച കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ പറയും, പക്ഷെ അത് പ്രവൃത്തിയിൽ നോക്കിയാൽ നമുക്കത് വരുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വിജയം അവരുടെ പക്കിൽ പോലും വരില്ല എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. അത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കി ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്ന കാര്യം ആസ്വദിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ക്യാപ്റ്റൻ. ഇന്ന് കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി ഈ ഒരു ലെവലിലേക്ക് അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഒരു കപ്പിത്താനായി നിന്നുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നമുക്കൊരു നല്ല ഒരു പ്ലാറ്റ്ഫോം
ഇതൊരു നല്ല നാഷണൽ ഹൈവേ വെട്ടിയിട്ടുണ്ട്. ആ നാഷണൽ ഹൈവേയിൽ കൂടി നമുക്ക് സഞ്ചരിച്ചാൽ മാത്രം മതി. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ നമ്മുടെ മനോജ് സാറിനെ, ഒരുപാട് മുഖവുരയുടെ ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിനെ സ്നേഹപൂർവ്വം ഇന്നൊരു ടീം ബിൽഡിങ്ങും അതോടൊപ്പം തന്നെ നമ്മുടെ റീപർച്ചേസിംഗ് സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായ രീതിയിൽ നമ്മുടെ ആബ്സെൻസിലും വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് നമുക്ക് ഈ ബിസിനസ്സിലൂടെ മാറാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ റീപർച്ചേസിംഗ് സിസ്റ്റം. അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിനെ ഈ ഒരു പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മനോജ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എവരിബഡി. താങ്ക് യു. ഗുഡ് മോർണിംഗ് അഭിലാഷ് സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. എല്ലായിടത്തും നല്ല തിമിർത്ത് പെയ്യുന്ന മഴയാണ്. പക്ഷെ വയട്ടൂരിസത്തിന്റെ മനസ്സിൽ വേറൊരു മഴയാണ്, വിജയത്തിലേക്ക് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു മഴയാണ് എല്ലാവരുടെയും മനസ്സിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ ദൃഷ്ടാന്തമാണ് ഈ പ്രോഗ്രാമിൽ പെരുമഴയത്തും 6 മണിക്ക് ആളുകൾ എഴുന്നേറ്റ് കയറി. ഏകദേശം 150 പേര് ഇപ്പൊ കഴിഞ്ഞു. എന്തായാലും പ്രോഗ്രാം തീരുമ്പോഴേക്ക് 200 മേലെ ആവും ആളുകൾ. ആ ഒരു ആവേശം കാണുമ്പോഴാണ് നമുക്കെല്ലാം സന്തോഷം. കാരണം നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. എല്ലാവർക്കും അറിയാം, വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരു ഇൻഡസ്ട്രി, പ്രൂവൺ ഇൻഡസ്ട്രി, ലോകത്ത് പ്രൂവ് ചെയ്ത ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളെ കൊണ്ട് കളിയാക്കപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ഗവൺമെന്റ് അംഗീകരിക്കുകയും അതിനെല്ലാം നമ്മുടെ എല്ലാ വകുപ്പിനുള്ള പോലെ, വിദ്യാഭ്യാസ വകുപ്പിനും ആരോഗ്യ വകുപ്പിനും എല്ലാ വകുപ്പുള്ളതുപോലെ ഡയറക്ട് സെല്ലിങ്ങിനും മന്ത്രിതല വകുപ്പുകൾ ലോകത്ത് പല രാജ്യങ്ങളിലും നിലവിലുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടോ അങ്ങനെ ഒരു നിയമവും വ്യവസ്ഥയും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ പലതരത്തിലുള്ള മാൽ പ്രാക്ടീസും ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നടന്നു പോയിട്ടുണ്ട്. ഇതെല്ലാം ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇതിനെ ഒരു എന്താ പറയാ, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പുച്ഛഭാവത്തോട് കൂടിയിട്ട് നിങ്ങളും ഇതിനകത്ത് പെട്ടുപോയോ അല്ലേ, എന്റെ ബാബുരാജ് സാറേ, നിങ്ങളെല്ലാം നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ, എന്തിനാണ് ഇതിനൊക്കെ ചെന്ന് പെട്ടത് എന്ന് ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചയക്കാരോ ഒക്കെ ചില ആളുകൾ മുഖത്ത് നോക്കി ചോദിക്കും, ചില ആളുകൾ അങ്ങോട്ടും അങ്ങോട്ടും മാറിക്കഴിയുമ്പോൾ ചോദിക്കും, എന്തോ ആളുകളെ പറ്റിക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ പലർക്കും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ചിലപ്പോഴൊക്കെ ഉണ്ടത്ര അറിയാത്തതുകൊണ്ട്. പക്ഷെ വളരെ നമുക്ക് അഭിമാനിക്കാം, ഇന്ത്യയിലും ഇതേപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് പാർലമെന്റിൽ നിയമം പാസ്സാക്കിക്കൊണ്ട് അതിശക്തമായ നിയമത്തിലൂടെ ഈ ഇൻഡസ്ട്രിയെ നമ്മുടെ രാജ്യവും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനെ അംഗീകരിക്കാതെ പറ്റില്ല. കാരണം ഇന്ന് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ കാലത്തെ ബാർട്ടർ സിസ്റ്റം ഇല്ലേ, ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങുക, മാങ്ങ കൊടുത്ത് തേങ്ങ വാങ്ങുക, അരി വാങ്ങുക ഒക്കെ ചെയ്യുന്ന ആ സിസ്റ്റം മാറിയിട്ട് നാണയങ്ങൾ വന്നു. നാണയങ്ങൾ വന്നപ്പോൾ ചാക്ക് കണക്കിന് നാണയങ്ങൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അതും ബുദ്ധിമുട്ടായി. അവിടുന്ന് നമ്മൾ എന്തായി, നോട്ടുകളിലേക്ക് മാറി. നോട്ടുകൾ വന്നു, കറൻസി നോട്ടുകൾ വന്നു. ആ കറൻസി നോട്ടുകളിൽ നിന്നും പിന്നീട് ഈ നോട്ട് എടുത്തുകൊണ്ട് കിടക്കുന്ന ബുദ്ധിമുട്ടായി. അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നോട്ട് കിട്ടാനുള്ള പ്രയാസം. 10 മണി മുതൽ 4 മണി വരെ ബാങ്ക് ഉണ്ടാവുള്ളൂ. 5 മണി 6 മണി ആയി കഴിഞ്ഞാൽ എത്ര കോടി ബാങ്കിലുണ്ടെങ്കിലും 1 രൂപ പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അപ്പൊ എന്തായി, ATM കൗണ്ടറുകൾ വന്നു അല്ലെ. കാലത്തിന്റെ മാറ്റങ്ങൾ നമ്മൾ നോക്കണം. ATM കൗണ്ടറുകൾ ലോകത്ത് മുഴുവൻ സ്ഥാപിക്കാൻ വേണ്ടി തുടങ്ങി. ഏത് സമയത്തും നമുക്ക് ക്യാഷ് എടുക്കാം. അത് കഴിഞ്ഞ് ഇപ്പൊ നിലവിൽ ക്യാഷ് എടുക്കാൻ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ അക്കൗണ്ടിലുള്ള കാശ് അല്ലെ, സലീം കെയുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരുടെ അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ വീട്ടിലെ 2 വിരൽ മതി ഇല്ലേ. വിരലിൽ നിന്ന് ഇരുന്നിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ടെക്നോളജി വന്നു. ഇങ്ങനെ ടെക്നോളജികൾ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ, ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലോ, ആ വാട്ടർ സിസ്റ്റത്തിൽ തന്നെ ഇരുന്നിരുന്നെങ്കിലോ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചക്കയും വാങ്ങി കൊണ്ട് കൊടുത്ത് നെയ്യ് വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും പോകുന്നതെങ്കിൽ നമുക്ക് വളരാൻ പറ്റുമോ? അപ്പം കാലത്തിനനുസരിച്ച് മാറ്റത്തിന് തയ്യാറായിക്കൊണ്ട് ആരാണോ മുമ്പേ പോകുന്നത് അവരാണ് അച്ചീവേഴ്സ് ആയിട്ട് മാറുക എന്നുള്ളത്. മുമ്പേ പോകാൻ തയ്യാറാവണം, പുറകോട്ട് നോക്കി നിൽക്കരുത് ആരും. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഇവിടെ സംഭവിച്ചത്. ഡയറക്ട് സെല്ലിങ്ങിന് ഗവൺമെന്റ് അംഗീകാരം കൊണ്ടൊന്നും നിയമം കൊണ്ടൊന്നും നടത്തിയേ പറ്റുള്ളൂ.
എന്നുള്ളൊരു നിയമം വന്നപ്പോൾ ആളുകൾ ഇത് ഏറ്റെടുക്കാൻ വേണ്ടി മെല്ലെ മെല്ലെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് അറിഞ്ഞിട്ടില്ല ലോകത്ത് പലരും, ഇങ്ങനെ നിയമം കൊണ്ടുവന്ന കാര്യവും ഒന്നും അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യത്തിന് പോകാൻ ഇട വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ താനെന്തോ ജോലി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്ട് സെല്ലിങ് അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു കമ്പനിയാണ്, ഞങ്ങൾ ഇന്ന പ്രൊഡക്റ്റുകളാണ്, അത് ആളുകൾക്ക് കൊടുക്കുക, അവർ വാങ്ങി ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരടുത്ത ആളോട് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആളുകൾ വാങ്ങുന്നതിലൂടെ നമുക്കൊരു കമ്മീഷൻ കിട്ടും, ഒരു ബോണസ് കിട്ടും. ഓ ഇത് മണി ചെയിൻ അല്ലേ, ഇത് മണി ചെയിൻ ആണ് എന്ന് പറഞ്ഞു എന്നോട് അയാള്, ആ പോലീസുകാരൻ. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ മണി ചെയിൻ എന്താണെന്ന് സാറിന് അറിയോ എന്ന് ഞാൻ അങ്ങ് ചോദിച്ചു. മണി ചെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ദിവസം ഇത്ര രൂപ കിട്ടും, മാസം ഇത്ര രൂപ കിട്ടും, 1 ലക്ഷം കിട്ടാം, 3 ലക്ഷം കിട്ടും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് മണി ചെയിൻ. ഇവിടെ അതല്ല, ഇവിടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന പ്രൊഡക്റ്റ്, അതിന്റെ വില മതിക്കാൻ പറ്റില്ല അല്ലേ. ഇവിടെ ക്യാൻസറിന് ആശ്വാസം കിട്ടിയവരുണ്ട്, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, സ്ട്രോക്ക് വന്നിട്ട് കിടക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ നിരവധി ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പ്രൊഡക്റ്റ്. ഇതിലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചന്ദ്രമാഷിന്റെ സുഹൃത്ത് വന്ന് ഇവിടെ സംസാരിച്ചു ഇല്ലേ, പുരുഷോത്തമൻ സാറ്. നല്ല പാട്ടുകാരനായിരുന്നു. പാട്ടുകാരന്റെ ശബ്ദം നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ വിഷമം എന്തായിരിക്കും? അല്ലാത്തവരാണ് നമ്മുടെ ശബ്ദം നഷ്ടപ്പെട്ടാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് തിരിച്ചു കിട്ടി ഇല്ലേ. അങ്ങനെ ഓരോ റിസൾട്ടുകൾ ഞാൻ ഇവിടെ എണ്ണി പറയുന്നില്ല. അപ്പൊ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് സാറേ എന്ന് ഞാൻ പറയുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ള ചെറുപ്പം മണി ചെയിൻ തന്നെയാണ് ഇതെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു സാർ ഇവിടെ ഒരു പ്രൊഡക്റ്റിന് കാര്യമായ വില ഒന്നും ഇല്ല ഇതിന്, ഇത്രയും റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് വാങ്ങുന്നു, കൊടുക്കുന്നു, അതിന്റെ കമ്മീഷൻ ഇത്ര കൊടുക്കുന്നതാണ്. അത് പറഞ്ഞിട്ടൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, എന്റെ പേഴ്സ് തുറന്നു, പേഴ്സിനകത്ത് യൂണിയന്റെ ID കാർഡ് ഉണ്ട്. മനസ്സിലായ? ഞാൻ പറഞ്ഞു ഇതിനെ ഗവൺമെന്റ് അംഗീകരിച്ചു, യൂണിയനുകളുണ്ട് ഇവിടെ, ഇതിന് യൂണിയനൊക്കെ ഉള്ളു നിങ്ങൾക്ക്. പിന്നെ ഞാൻ പറഞ്ഞു എന്താ ഇത് മറ്റേ കഞ്ചാവ് കച്ചവടമാണോ, ലഹരി കച്ചവടമാണോ യൂണിയനിൽ ആയിരിക്കാൻ വേണ്ടിയിട്ട്? യൂണിയന്റെ കാർഡ് എടുത്തിട്ട് ഞാൻ ആ പോലീസുകാരനെ അങ്ങനെ കാണിച്ചു കൊടുത്തു. അത് തരുമോന്ന് ചോദിച്ചു. ഞാൻ കയ്യിലോട്ട്, ഇത് നമ്മുടെ പാർട്ടിയുടെ യൂണിയൻ ആണല്ലോ, അടിപൊളി, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അപ്പൊ അടിപൊളി, എന്നാ ശരി, ഓക്കെ. അപ്പൊ ആലോചിച്ച് നോക്കണം നമ്മള്. അപ്പൊ ഇപ്പോഴും അറിവുണ്ട് എന്ന് ധരിക്കുന്ന ആളുകൾക്ക് ഇടയിൽ പോലും ഈ ഡയറക്റ്റ് ഇൻഡസ്ട്രി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് മാറും, ഒരു സംശയവും വേണ്ട. അതിന്റെ മുന്നണിപ്പോരാളികൾ, അതിന്റെ പടയാളികളായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. പ്രതിസന്ധികളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, കുറ്റപ്പെടുത്തലുണ്ടാവും, പുച്ഛിക്കലൊക്കെ ഉണ്ടാവും. ഇതുമായിട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കും. അവരൊന്നും ഇതറിയാത്ത ആളുകളാണ് എന്നുള്ള ക്ഷമയോട് കൂടിയിട്ട് അവരെ കാണാനും മനസ്സിലാക്കാനും വേണ്ടി ശ്രമിച്ചാൽ മതി. ആരും പുറകോട്ട് മാറേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ സുപ്രഭാതത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗിൽ നമുക്ക് എങ്ങനെ വിജയിക്കാം, അതാണ് ഇന്നത്തെ ചിന്താ വിഷയം അല്ലെ. ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കണം വളരെ സിമ്പിൾ ആണ് കേട്ടോ. അവിടെ ഡയറക്ട് സെല്ലിംഗ് വിജയിക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ കുറെ നാളായി സാറേ നടക്കുന്നത്, എന്താ ഈ പറയുന്നത്, വളരെ സിമ്പിൾ ആണെന്നൊക്കെ പറയുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ കുറെ ആളെ കണ്ട്, ഒരു രക്ഷയില്ല സാറേ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, വെറുതെ അങ്ങനെ പറയില്ലെന്ന്. ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കും പോലെ ലോകത്ത് ഒരു ഇൻഡസ്ട്രിയിലും ഒരാൾക്കും വിജയിക്കാൻ പറ്റില്ല, ഒരു പ്രൊഫഷനിലും വിജയിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? വൈ? എന്താ കാരണം എന്നറിയോ? ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കുന്നത് സ്വന്തം കഴിവ് കൊണ്ട് മാത്രമല്ല. സ്വന്തം കഴിവ് വേണം, മറ്റുള്ളവരുടെ കഴിവും നമ്മൾ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ടൈം ആൻഡ് ടാലന്റ്, മറ്റുള്ളവരുടെ സമയവും ടാലന്റും ഉപയോഗിക്കുന്നത് കൊണ്ട് ഡയറക്ട് സെല്ലിംഗിൽ വളരെ സിമ്പിൾ ആണ് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായ? നമ്മുടെ കഴിവ് മാത്രമല്ല ഇവിടെ പ്രയോജനപ്പെടും. എന്റെ കഴിവാണ് ഇവിടെ ഞാൻ വിജയിക്കുന്നത് അല്ല. എന്റെ ഏറ്റവും ആരാധ്യരായ, എന്റെ ഏറ്റവും പ്രിയങ്കരായ, ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന, ബഹുമാന്യരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവാണ് എന്നെ വിജയത്തിലേക്ക് എത്തിച്ചത്. അതിന് നിങ്ങൾക്ക് പ്രത്യേകം ബിഗ് കൺഗ്രാജുലേഷൻ ഒരിക്കൽ കൂടി അവസരത്തിൽ ഞാൻ നേരുകയാണ്. മനസ്സിലായ? ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്റെ കഴിവ് കൊണ്ട് ഇതൊക്കെ ഇവിടെ നടക്കുന്ന ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് ഇച്ചിരി കുറവുണ്ടെന്ന് മാത്രം വിചാരിച്ചാൽ മതി. മനസ്സിലായ? ഒരാളുടെ കഴിവ് കൊണ്ട് ഒറ്റയ്ക്ക് വിജയിക്കാൻ പറ്റില്ല. കഴിവ് വേണം. വിജയിക്കണമെങ്കിൽ ആദ്യം വേണം എന്തെന്നറിയോ? എനിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവണം. ഫസ്റ്റ് എനിക്കിതൊന്നും പറ്റൂല കേട്ടാ, അതൊക്കെ അവർക്കൊക്കെ പറ്റുന്ന പണിയാണ് കേട്ടാ, ഞാൻ ഇതിനൊന്നും വലിയ കഴിവൊന്നുമില്ല കേട്ടാ, ഇത് നിങ്ങൾ സ്വയം അങ്ങ് എഴുതി തീരുമാനിച്ചിട്ട് നിങ്ങളുടെ ബ്രെയിനിലേക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയും പോലെ പുഷ് യുവർ സെൽഫ്. മനസ്സിലായില്ലേ? നിങ്ങൾ സ്വന്തം നിങ്ങളെ പുഷ് ചെയ്യണം. ഒരാൾ പോലും പുഷ് ചെയ്യാനുണ്ടാവില്ല. നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള വാഹനം ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ചിലപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ലെങ്കിൽ തള്ളേണ്ടി വരും അല്ലേ, തിരിക്കേണ്ടി വരും, മറിക്കേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. ഒരാളും വരില്ല അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. വരുമോ? അതുപോലെ തന്നെയാണ് ഇവിടെ. പുഷ് യുവർ സെൽഫ്.
നിങ്ങൾ സ്വന്തം പുഷ് ചെയ്യണം വിജയിക്കണം എന്ന് വേണ്ടിയിട്ട്. ആദ്യം തയ്യാറാവണം. അതിന് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. ആർ യു റെഡി? ആ ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. എന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഇവിടെ പ്രസക്തിയുള്ളൂ. ആരോ വിളിച്ചു കയറ്റി കൊണ്ടുവന്നിട്ട് റസാഖ് സാറിനെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കോടി ഉണ്ടാക്കി തരാം, ബയോട്ടോറിയത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു വർഷം കൊണ്ട് കോടി അടിച്ച 300 കോടീശ്വരന്മാരുണ്ട് ബാ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അതൊക്കെ ഫാൾസ് പ്രോമിസ് ആണ്. എന്നെ കൊണ്ടുവരുമ്പോ എനിക്ക് കോടി ഉണ്ടാക്കി തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല കേട്ടാ. ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ മഹിമയും ഇതിന്റെ റിസൾട്ടും ഇതിന്റെ മറ്റ് കമ്പനിയുടെ പ്രൊഫൈലും അതേപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കി കണ്ട് മനസ്സിലാക്കിയപ്പോ അതിനകത്തുള്ള പ്ലാൻ ഞാൻ സ്വയം പഠിച്ചെടുത്തു. ഇവിടെ പറഞ്ഞു തരാനൊന്നും ആരും ഇല്ല. അന്ന് ആലോചിച്ച് നോക്കണം. അന്ന് നമ്മളെ പ്രിയങ്കരനായ ആന്റണി ബോട്ടി സാറാണ് എനിക്കിത് ഈ അവസരം തന്നത്. അന്ന് ഡാനി സാർ ഉണ്ടായിരുന്നു, ഉത്തമൻ സാർ ഉണ്ടായിരുന്നു, പിന്നെ 2-3 വേറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്തേക്ക് ചെന്നിട്ട് ഇതിന്റെ പ്ലാൻ പഠിച്ചപ്പോ പിന്നെ ഉറക്കം വന്നില്ല എന്നുള്ളതാണ്. ഉറക്കം വരാൻ വേണ്ടി പാടില്ല ഇല്ലേ? ഇപ്പൊ എത്രയോ വർഷം നമ്മൾ കിടന്നുറങ്ങിയില്ലേ അല്ലെ? എല്ലാവരും 35, 45 അല്ലെ 55 ഒക്കെ ഉള്ള ആളുകളാണ്. അതിൽ കുറഞ്ഞവരും ഉണ്ടാവും. അത്രയും നാൾ ഉറങ്ങിയില്ലേ? കുറച്ച് നാളൊന്നും ഉറങ്ങാണ്ട് എന്നാ എന്താ സംഭവിക്കാന്നറിയാം. രാവിനെ പകലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം, പകലിനെ രാവാക്കാൻ വേണ്ടി സാധിക്കണം എന്നല്ല. രാത്രിയെ പകലാക്കണം. രാത്രിയെ പകലാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, പോകേണ്ടി വരും. മനസ്സിലായില്ലേ? ഇതിനൊക്കെ തയ്യാറാവണം. അതുകൊണ്ട് ആദ്യം വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്റെ ലീഡറാണ്, എനിക്കത് സാധിക്കും. മനസ്സിലായില്ലേ? ഒരു ലീഡർ ക്വാളിറ്റി, ഒരു ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ബ്രെയിനിനെ കൊടുക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. നമ്മൾ ഇത് സബ്ജക്ട് ടീം വർക്കാണ്. എങ്ങനെയാണ് ടീം ഉണ്ടാക്കിയിട്ട് ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കേണ്ടത്? ടീമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ഈ മൈൻഡ് സെറ്റപ്പ്, എന്നിട്ട് ടീമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ടീം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇയാൾക്കൊന്നും പറയാനൊന്നും അറിയില്ല എന്ന് ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് ടീം ഉണ്ടാക്കണമെങ്കിൽ അതേ നമുക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം ഫസ്റ്റ്. എനിക്ക് സാധിക്കും, ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. ആ മൈൻഡ് സെറ്റ് നിങ്ങൾ മനസ്സിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അല്ലേ? അപ്പൊ അങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിച്ചാൽ യു ആർ ദ അച്ചീവേഴ്സ്. നിങ്ങൾ അച്ചീവേഴ്സ് ആയിട്ട് മാറും. അപ്പൊ പ്ലാൻ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അടിപൊളി സംഭവമാണ്, ഇതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്റെ അവസ്ഥ പിന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അവസ്ഥയിലേക്കൊന്നും ഈ സുപ്രഭാതത്തിൽ പോകുന്നില്ല. അതാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഈ ബിസിനസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ പല അവസ്ഥകൾ വരും. ഉദ്ദേശിച്ച ആളുകൾ വരില്ല. കുറച്ച് ആളുകൾ നമ്മളെ പരിചയക്കാരൊക്കെ വരും. പിന്നെ അവിടെ ഇടിച്ചു നിൽക്കും. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മാനസികമായിട്ട് തളരാൻ വേണ്ടിയല്ല ആ അവസ്ഥ തന്നിരിക്കുന്നത്. നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് അവസ്ഥ തന്നത് എന്ന് തിരിച്ചറിയാം. മനസ്സിലായ? പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഈ പ്രകൃതി ഒരുക്കി തരുന്നതാണെന്ന് മനസ്സിലാക്കുക ഫസ്റ്റ്. തടസ്സങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, നിങ്ങൾ വിജയത്തിലേക്ക് കുറച്ചും കൂടെ അടുക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ സമയം വരുമ്പോഴാണ് ചില ആൾ തിരിഞ്ഞു ഓടുന്നത്. ഈ പണിയൊന്നും നടക്കൂല, നമുക്ക് പഴയ കൂലിപ്പണിക്ക് തന്നെ പോവാം, അവിടെ പോയാലും 300 രൂപ കിട്ടുമല്ലോ, മനസ്സിലായ? അല്ലെങ്കിൽ 500 രൂപ കിട്ടുമല്ലോ. അപ്പൊ ആദ്യം നമ്മുടെ മൈൻഡിൽ ഒരു ലീഡർഷിപ്പ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരുടെ മനസ്സിലും ഒരു ലീഡർ കിടന്നുറങ്ങുന്നുണ്ട് അല്ലെ? ഓരോരുത്തരുടെ മനസ്സിലുണ്ട്. അതിനെ ഒന്ന് ഉഷാറാക്കിയാൽ മതി. ലീഡർഷിപ്പ് മൈൻഡ് നിങ്ങളുടെ എടുക്കുക. പുഷ് യുവർ സെൽഫ്, സ്റ്റാർട്ട് യുവർ സെൽഫ്. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ടാണ് ടീമിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത്. ഇതൊന്നുമില്ലാതെ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ 10 ആളെ പോയി കണ്ട ആരെങ്കിലും പിന്നെ നമ്മുടെ കൂടെ വരുമോ? റസാഖ് സാറേ, ഷായി സാറേ? വരില്ല അല്ലെ? ആരും വരില്ല. നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കണ്ണിന് അകത്തുനിന്ന് വരുന്ന ജ്വലിക്കുന്ന തീ ഉണ്ടല്ലോ, മനസ്സിലായ? അത് അവര് കാണും. മനസ്സിലായല്ലേ? നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണിനകത്തുനിന്നും മനസ്സിനകത്തുനിന്നും ഒക്കെ ജ്വലിക്കുന്ന ഒരു തീയുണ്ട് ഉള്ളിൽ. ആ തീയെ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഇവന്റെ കൂടെ കൂടിയ രക്ഷപ്പെടും കേട്ടാ. എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാണെങ്കിൽ മാത്രമേ നമുക്ക് ടീം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഡയറക്ട് സെല്ലിങ്ങിന്റെ പവർ എന്ന് പറയുന്ന ടീമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത് അല്ലെ? ഡയറക്ട് സെല്ലിങ്ങിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നത് മറ്റുള്ളവരുടെ കഴിവ് കൊണ്ടാണ്. നമ്മുടെ ഒറ്റയ്ക്കുള്ള കഴിവ് കൊണ്ട് മാത്രമല്ല, അതിന് പ്രാധാന്യമുണ്ട്. അപ്പൊ ടീം വർക്കാണ് ഇവിടെ നമുക്ക് നടത്തുക. അപ്പൊ നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം, നമുക്കൊരു ലീഡർഷിപ്പ് മൈൻഡ് ഉണ്ടാകണം, നമുക്കൊരു വിജയിയുടെ ഒരു മനോഭാവം ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു യുദ്ധം നടക്കുകയാണെന്ന് വിചാരിക്കാം. യുദ്ധം നടക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ ആള്
അയാൾക്കൊരു കോൺഫിഡൻസ് ഇല്ല, എന്തായാലും യുദ്ധം തോക്കാൻ വേണ്ടി പോവാ, ആ രാജ്യത്തോട് നമ്മൾ യുദ്ധം ചെയ്താൽ നമ്മൾ വിജയിക്കൂല എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അല്ലെ മറ്റ് പട്ടാളക്കാരോട് പറയുന്നതെങ്കിൽ എന്തായിരിക്കും യുദ്ധത്തിന്റെ അവസ്ഥ? യുദ്ധം എപ്പോ തോറ്റു എന്ന് ചോദിച്ചാൽ മതി അല്ലെ. ആ നമ്മുടെ അടുത്ത് അത്യാധുനികമായ ഉപകരണങ്ങളുണ്ട്, അവരടുത്ത് എന്താ, അവരുടെ അടുത്ത് പഴയ സാധനങ്ങളുള്ളത്, വെച്ചാ പൊട്ടാത്ത സാധനങ്ങളൊക്കെ ആയിട്ട് അവര് നടക്കുന്നത്. നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് ആ രാജ്യത്തെ പിടിച്ചെടുക്കാൻ പറ്റുന്ന അതിനൂതനമായ സംവിധാനങ്ങളല്ലേ നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ അതിന്റെ കമാൻഡർക്ക് സാധിക്കണം അല്ലെ, ക്യാപ്റ്റന് സാധിക്കണം. അപ്പോഴാണ് ഒന്നുമില്ലെങ്കിൽ പോലും ആ ഒരു ആവേശം അവർക്ക് ഉണ്ടാവുള്ളൂ. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, മനസ്സിലായ. പക്ഷെ ഇവിടെ അതല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇവിടെ ടീം ബിൽഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് മൈൻഡ് നമുക്ക് നമ്മളെ കൂടെ വന്ന ആൾക്ക് കൊടുക്കുക എന്നുള്ളത്. ടീമാണ് ഇതിലൂടെ, ടീമിലൂടെ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടീം ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. ടീം ബിൽഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇത് കേൾക്കുമ്പോൾ ആൾക്ക് എങ്ങനെ ഇത്ര വലിയ ടീം ഉണ്ടാകും? കേരളത്തിൽ ഇപ്പൊ ഏകദേശം 3 ലക്ഷം ടീം വന്നു കഴിഞ്ഞു അല്ലെ. അതിൽ ചിലതൊക്കെ പൂവ് വീഴും, ഇലകളൊക്കെ വീഴും അല്ലെ. ഒരു മരത്തിന്റെ ഇലകൾ കുറെ വീഴാറില്ലേ, നല്ല പൂവുണ്ട്, എന്ത് മനോഹര പൂവായിരിക്കും അല്ലെ. അതൊരു സമയം കഴിഞ്ഞ് ആ പൂ താഴോട്ട് വീഴും ഇല്ലേ, നിങ്ങൾ നോക്കിയിട്ടില്ലേ? അത് കാലാകാലമായിട്ട് ആ പൂവ് മരത്തിന്റെ മുകളിൽ ഉണ്ടാവുമോ? ഇല്ല, അത് ചിലപ്പോൾ താഴോട്ട് വീഴും. ചിലപ്പോൾ മരത്തിന്റെ ചില്ലകളൊക്കെ ഒടിഞ്ഞു പോകും. മരം ഉണങ്ങി പോകാറുണ്ടോ? മരം ഉണങ്ങുന്നില്ല, ചില്ലകളും പൂവൊക്കെ വീണാൽ മരം വീണ്ടും താളത്തിങ്ങൾ വരും. മരത്തെ പിടിച്ചു നിർത്തുന്നതിന്റെ വേരുകളാണ്, അതിശക്തമായ മണ്ണിലേക്ക് ആണ്ടിറങ്ങിയ വേരുകളാണ് ആ മരത്തിന് വീണ്ടും പിടിച്ചവിടെ നിർത്തുന്നത്. അതുപോലെയാണ് നമ്മുടെ പ്രസ്ഥാനവും, മനസ്സിലായോ? ചിലവർ വരും, ചിലവരൊക്കെ പോവും, ഡോണ്ട് വറി. അത് നമ്മുടെ വിഷയമല്ല. നമ്മൾക്കൊരു തീരുമാനം ഉണ്ടാകണം, നമ്മൾക്കൊരു മനസ്സുണ്ടാകണം. ഞാൻ വിജയിച്ച അട്ടകം എന്നുള്ളൊരു ആവേശം ഉണ്ടാകണം. അതിന് ടീം ബിൽഡ് ചെയ്യാൻ സിമ്പിൾ ആണ് നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമ്മളത് ബൈനറി സിസ്റ്റമാണ്, നമ്മുടെ കമ്പനിയുടെ ബൈനറി സിസ്റ്റമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് കർവർമതീസിനെ സൃഷ്ടിച്ച ഡയറക്ട് സെല്ലിങ്ങിന്റെ സിസ്റ്റമാണ് ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. സൺഫ്ലവർ സിസ്റ്റം ഉണ്ട്, സിംഗിൾ ലെവൽ സിസ്റ്റം ഉണ്ട്, പല മോഡലിലുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായ. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ബൈനറി പ്ലാൻ ആണ്. ഹൈബ്രിഡ് ബൈനറി, വെറും ബൈനറി അല്ല, ഇത് ഹൈബ്രിഡ് ബൈനറിയാണ്. അല്ല, ഹൈബ്രിഡിന്റെ കാലഘട്ടമാണല്ലോ ഇപ്പൊ. അപ്പോ 2 പേരിലൂടെ നമുക്ക് കോടികൾ ഉണ്ടാക്കാം അല്ലെ. എത്ര കോടി എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ പുതിയ പ്ലാൻ അനുസരിച്ചിട്ട് ഒരു മാസം ഏകദേശം 50 ലക്ഷം രൂപ ഉണ്ടാക്കാം, വെറും 2 വ്യക്തികളിലൂടെ. അപ്പൊ അതാണ് പവർ ഓഫ് 2 എന്ന് പറയുന്നത്, പവർ ഓഫ് 2. അപ്പൊ ആദ്യം നമ്മൾ ടീം ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ശക്തമായ, സ്ട്രോങ് ആയ, നിങ്ങളെക്കാൾ കഴിവുള്ള 2 പേരെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ആദ്യം നോക്കേണ്ടത്, മനസ്സിലായ. 2 റിക്രൂട്ട്മെന്റ് നടത്തണം. 2 റിക്രൂട്ട്മെന്റ് ഇപ്പൊ നമ്മൾ പലർക്കും പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവും, സുഖമില്ലാത്ത ആൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അയാൾക്ക് തൈറോയിഡ് മാറി എന്ന് പറഞ്ഞാൽ അയാൾ നമ്മുടെ ഒരു സ്ട്രോങ് പില്ലർ അല്ല, പക്ഷെ നമ്മുടെ ഒരു ടീമിൽ പെടുന്ന ആൾ തന്നെയാണ്. അങ്ങനെ ഒത്തിരി ആളുകൾ വരും, വന്നോട്ടെ, ഒക്കെ വന്നോട്ടെ. പക്ഷെ നമ്മളൊരു ബിൽഡിംഗ് പണിയുമ്പോൾ നിങ്ങൾക്കൊരു പെട്ടിക്കട പണിയണമെങ്കിൽ എത്ര തൂണുണ്ടായാൽ മതി? 4 തൂണ് മതി അല്ലെ. 1 2 3 4 ചെറിയൊരു പെട്ടിക്കട പണിയാ അവിടെ അല്ലെ. ചെറിയൊരു വീട് പണിയാണെങ്കിലോ, ചെറിയൊരു വീട് 400 സ്ക്വയർ ഫീറ്റ് വീട് പണിയാണ്, ഒരു 2500 സ്ക്വയർ ഫീറ്റ് വീട് പണിയാണ്, ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാണ്, ഒരു ലുലു മാള് പോലത്തെ വലിയ മാള് പണിയാണ്. ഇവിടെയൊക്കെ 4 പില്ലർ ഉണ്ടായാൽ മതിയോ? മതിയോ? അപ്പൊ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച്, നമ്മുടെ ബിൽഡിങ്ങിന്റെ വലുപ്പത്തിനനുസരിച്ച്, ബിൽഡിങ്ങിന്റെ വലുപ്പം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഇൻകം എത്രയാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അതാണ് ഇവിടെ ബിൽഡിങ്ങിന്റെ വലുപ്പം. നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ എത്ര കോടിയാണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ അതേപോലുള്ള പില്ലേഴ്സ് ഉണ്ടാകണം. ഈ പില്ലറുകളാണ് നമ്മൾ ഈ പറയുന്ന എന്ത് സംഭവം, നമ്മുടെ ലീഡേഴ്സ്. എത്ര ആളുകൾക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്തോളൂ. ലെഫ്റ്റിലും റൈറ്റിലും വന്ന ആൾ ചിലപ്പോൾ രോഗികളായിട്ട് പ്രൊഡക്റ്റ് മേടിച്ചവരായിരിക്കാം. അവരെ നമുക്ക് പില്ലറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന 2 പേരെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് നിങ്ങൾ 10 ആൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവർ വർക്ക് ചെയ്യാത്തവരല്ല, വർക്ക് ചെയ്യുന്ന കട്ടക്ക് നിന്നിട്ട് നമ്മളെപ്പോലെ അല്ലെ ജീവിതത്തിൽ വിജയിക്കണം എന്നൊരു പാസീവ് ഇൻകത്തിലേക്ക് എത്തണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യാം. എല്ലാവർക്കും പ്രൊഡക്റ്റ് എത്ര പേർക്ക് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതാണ് പവർ ഓഫ് 2. പിന്നെ എന്താ ചെയ്യേണ്ടത്? അവരുടെ 2 പേരെ കൊണ്ടുവരിക ഇല്ലേ, അവരുടെ 2 പേരെ കൊണ്ടുവരിക. ഇത്രേ ഉള്ളൂ ഇവിടെ, വളരെ സിമ്പിൾ ആണ്. അല്ലാണ്ട് നമ്മൾ ഓടി ലോകം മുഴുവൻ, എനിക്ക് കാസർഗോഡ് വേണം, എനിക്ക് തിരുവനന്തപുരത്ത് 2 ആളുണ്ട്, കോഴിക്കോട് 10 ആളുണ്ട് എന്നിട്ട് ഇങ്ങനെ വേവിലാതി പിടിച്ച് അവസാനം എവിടെയും പോവില്ല, പറത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊന്നും കാര്യമില്ല. ഇവിടെ തന്നെ പരിസര പ്രദേശത്ത് നിന്നുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സർക്കിളിനകത്ത് നിന്നിട്ടാണ്. കാരണം ദൂരം പോകാൻ കുഴപ്പമില്ല, അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്കുണ്ടെങ്കിൽ പോകാം. ദൂരം പോകുമ്പോൾ ഭയങ്കര ചെലവ് വരും.
അവിടെ പോയി ഒരാളെ കണ്ടു, സെറ്റ് ചെയ്ത് ഞാൻ പറയാം ആലോചിക്കട്ടെ എന്നേ പറയുള്ളൂ അല്ലേ. എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് അതിനെ ചെന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെന്തായി? ആ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന് നമ്മൾ പിന്നെ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ വേറൊരു ലീഡർ പോയി കഴിഞ്ഞാൽ അദ്ദേഹം പോയിട്ട് ആ മറ്റേ ലീഡർ കൂടെ ചേരും. അപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞതാണ്, ഞാനാണ് അദ്ദേഹം ആദ്യം കണ്ടത് എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് എപ്പോഴും ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് നമ്മുടെ സർക്കിളിൽ ആദ്യം തുടങ്ങാം, ഇട്ടാവട്ടത്ത് തുടങ്ങുക. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാലേ, നിങ്ങൾ ഇട്ടാവട്ടത്ത് തുടങ്ങുക, പരിസര പ്രദേശത്ത് തുടങ്ങുക. എന്നിട്ട് അവിടെ നിന്ന് നല്ല 2 സ്ട്രോങ് പില്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. പിന്നെ അവരുടെ 2 പേരിലേക്ക് പോവുക. അപ്പൊ അവരിലെ 2 പേരിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ലിസ്റ്റ് മേക്ക് ചെയ്യുന്ന കാര്യമൊക്കെ അറിയാം. അത് ലിസ്റ്റ് മേക്കിങ്ങിലേക്ക് ഒന്നും ഇപ്പൊ പോകാൻ തമ്മിൽ ഇപ്പൊ തന്നെ 6 മണിയായി. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ടീമിലേക്ക് വേണ്ട ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെക്കാൾ അറിവുള്ള ആളുകളെ സെലക്ട് ചെയ്യാൻ നോക്കണം, നമ്മളെക്കാൾ കഴിവുള്ള ആളുകളെ സെലക്ട് ചെയ്യാൻ നോക്കണം, നമ്മളെക്കാൾ സാമ്പത്തികമായിട്ട് പണം ആവശ്യമുള്ളവരെ സെലക്ട് ചെയ്യാൻ നോക്കണം, നല്ലൊരു പ്രൊഫഷനായിട്ട് ഇത് സ്വീകരിക്കുന്ന ആളുകളെ സെലക്ട് ചെയ്യാൻ നോക്കണം. ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട് ലിസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ. അപ്പൊ നമ്മളെക്കാൾ അറിവുള്ളവരത്തെ സെലക്ട് ചെയ്യാൻ നോക്കാൻ നോക്കുമ്പോൾ നമ്മളെക്കാൾ അറിവുള്ളവരത്തോട് നമുക്ക് പറയാൻ പേടിയാ, മടിയ. ഓ അവരൊന്നും ചേരൂല കേട്ടോ, നമ്മളൊക്കെ നമ്മളൊക്കെ പാവങ്ങൾ, അവർക്ക് വലിയ വലിയ ആൾക്കാരല്ലേ, എങ്ങനെ അവരോട് ചോദിക്കുക എന്ന് തോന്നരുത് നമുക്ക്. അവിടെയാണ് ഫെയിലിയർ സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മളെക്കാൾ കഴിവും ആവേശവും അറിവും ഒക്കെ ഉള്ള ആളുകൾ, അതുപോലെ തന്നെ പണത്തിന് ആവശ്യമുള്ള ആളുകൾ, ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ നല്ലൊരു ടീമിനെ സ്ട്രക്ചർ ചെയ്യാൻ എന്നുള്ളതാണ്. ടീമിനെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി അതൊക്കെ കിട്ടിക്കോളും കേട്ടാ. ഇതൊക്കെ പ്രകൃതിയിൽ മഴ ഒന്നുമില്ല. ഇപ്പൊ നല്ല മഴയാണ്, അത് കഴിയുമ്പോൾ വേനൽ വരും, അത് കഴിയുമ്പോൾ ശിശിരം വരും, തണുപ്പ് വരും, ചൂട് വരും, അല്ലേ, വസന്തം വരും, ഇതൊക്കെ വരും. അതുപോലെ തന്നെ നിങ്ങളെ തേടി പലരും വരുമെന്ന്. നിങ്ങൾ ഇതിനകത്ത് ഉറച്ചു നിന്നാ മതി, മനസ്സിലായ? ഉറച്ചു നിന്നാ മതി, തേടി വരും നിങ്ങളെ, ഒരു സംശയവും വേണ്ട. അപ്പോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ആളുകളെ നമുക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ വന്ന ടീമിൽ നിന്നും ആവശ്യക്കാരെ സെലക്ട് ചെയ്യാം. അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്നിട്ടോ അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ ടീമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണം, നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കണം. ഏറ്റവും നമ്മളിവിടെ പണിയാൻ പോകുന്നത് വലിയ മാളാണല്ലേ, അതുകൊണ്ട് 2, 4, 8, 16 മതി തൽക്കാലത്ത്. ഇത്രയും പില്ലേഴ്സിനെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ വേണ്ടി തരാം. 2, പിന്നെ അവരുടെ താഴെ വരുന്ന അവരുടെ പില്ലർ നോക്കണം ആരാണ്, 4, അടുത്ത 8, ഇപ്പൊ 2, 8 അല്ലേ, ആദ്യം 2, 4, 2, 4, 6 പിന്നെ 8, 14, നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു 15. കുറച്ചും കൂടെ വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ്, ഞാൻ അടുത്ത സ്റ്റെപ്പും കൂടെ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ 16, അപ്പൊ നമ്മൾ ഉൾപ്പെടെ എത്ര പേരാവും? 31 പേര്. അല്ലെ, കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ കൂട്ടും, അല്ലെ, 32 പേര് വരും. അപ്പൊ എത്രയും 63 പേര്. ഇങ്ങനെ ഒരു 63 പേരുടെ ഒരു കോർ കമ്മിറ്റി, മനസ്സിലായില്ലേ? അതിനെയാണ് നമ്മൾ കോർ എന്ന് പറയുക. കോർ കമ്മിറ്റി നിങ്ങൾ രൂപീകരിക്കണം. കോടികൾ ഉണ്ടാക്കേണ്ട കഥയാ പറയുന്നത്, 10,000 റുപ്യ കിട്ടേണ്ട കഥയൊന്നുമല്ല. 10,000 കിട്ടാൻ 2 അൾട്രാവർ എടുത്ത് വിറ്റാൽ മതി കേട്ടോ. ഇവിടെ കോടികൾ നേടേണ്ട കഥയാണ് ഞാൻ പറയുന്നത്. ചെറിയ ടീമാകുമ്പോൾ ഒരു 15 പേരുടെ ടീം. 15 പേര് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കൊടുത്തവരല്ല കേട്ടാ, നമ്മുടെ കൂടെ കട്ടക്ക് നിന്നിട്ട് സ്വപ്നങ്ങൾ, ഡ്രീം ടീം എന്നതിനെ പറയാം. ഡ്രീം ടീം, സ്വപ്നങ്ങളുള്ളവരുടെ ടീമിനെ വാർത്തെടുക്കണം. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കണം, മനസ്സിലായ? 10,000 സ്ക്വയർ ഫീറ്റ് വീട് അല്ലെ, 4 കെട്ട് അല്ലെ, എന്ത് അടിപൊളി വീടാ 4 കെട്ട് എന്നൊക്കെ പറഞ്ഞു, എന്ത് രസം. ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വീട് അല്ലെ, 1 ഏക്കർ സ്ഥലം അല്ലെ, അതിനകത്തേക്ക് ഒരു 3 BMW, മനസ്സിലായ? ഇതൊക്കെ കയറ്റി നിർത്തിയിട്ട് അങ്ങോട്ട് പിന്നെ അങ്ങനെ പണം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊജക്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ വലിയ ഡ്രീം കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ലോകം മുഴുവൻ കറങ്ങി നടക്കാൻ, ലോകം മുഴുവൻ കറങ്ങി നടക്കാൻ ഇനി പൈസയൊന്നും വേണ്ട കേട്ടോ, അത് കമ്പനി നമുക്ക് തന്നു കഴിഞ്ഞു. ലോകത്തിൽ ഏത് രാജ്യത്തും ഫ്രീ ആയിട്ട് പോകാൻ ഈ ഓഡിറ്റോറിയത്തിൽ ഒരു 3,100 എൻട്രി എടുത്താൽ മതി എന്റെ മുന്നേ സുഹൃത്തുക്കളെ, അല്ലെ. അതിന് കാശ് ചെലവാക്കണ്ട. ഓക്കെ, അതുകൊണ്ട് ആ ഡ്രീം അങ്ങ് വിട്ടേക്കുക. അപ്പം ഇങ്ങനെ പല ഡ്രീം ഉണ്ട്. ഡ്രീം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഏത് ലീഡറാണോ ഡ്രീം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ ലീഡറാണ് സക്സസ് ആവുക. അല്ല എപ്പോഴും കഞ്ഞിയും പയറും മതി മോനെ എന്ന് പറയുന്ന ഒരു ലീഡർ ആണെങ്കിൽ അവന്റെ ടീമും അങ്ങനെ ഉണ്ടാവുള്ളൂ, മനസ്സിലായ? അതുകൊണ്ട് കഞ്ഞിയും പയറും മോശം എന്നല്ല പറഞ്ഞ് സമീകൃത ആഹാരമാണ്. ചന്ദ്രമാഷ് നാളെ എന്നെ വിളിച്ചിട്ട് വഴക്ക് പറയാൻ നിൽക്കണ്ട, നിങ്ങൾ കഞ്ഞിയും പയറിനെ കളിയാക്കിയല്ലോ, മനസ്സിലായി? അത് സമീകൃത ആഹാരമാണ്. വലിയ സ്വപ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയ ഞാൻ പറഞ്ഞത്? അപ്പൊ ഒരു 31 പേരുടെ ടീമിനെങ്കിലും നമ്മൾ കോടികൾ അടിച്ചിട്ട് 100 കോടിയൊക്കെ അടിക്കേണ്ട ആളുകളല്ലേ, മെല്ലെ മെല്ലെ നിങ്ങൾ സെറ്റ് ചെയ്യണം. ആദ്യം 2, പിന്നെ 4, 8, 16. അതാണ് നിങ്ങളുടെ കോർ എന്ന് പറയുന്നത്. അവരുമായിട്ട് മിനിമം റിലേഷൻഷിപ്പ് ഉണ്ടാവണം, ഡെയിലി കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ 15 പേരാണ്, 15 പേരുടെ ഡെയിലി കോണ്ടാക്ട് ഇരിക്കണം. രാവിലെ എഴുന്നേറ്റ ഉടനെ അവരെ വിളിക്കണം,
ഓരോരുത്തരെയും വിളിക്കണം. എന്തിട്ട് വിശേഷം, അല്ലേ? അവരുടെ കുടുംബകാര്യം ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അസുഖം ഉണ്ടാവും, പനി ഉണ്ടാവും. പനിയാണ്, എന്നാ ശരി, എന്നാ ഇന്ന് വർക്കിനാണ് കണ്ടോ, അവിടെ കിടന്നോട്ടാ, ഇങ്ങനെയല്ല പറയുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് പോയോ, മരുന്ന് മേടിച്ചോ, മനസ്സിലായില്ലേ? അവരൊരു സഹോദരനെ പോലെ, ഒരു സഹോദരിയെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ആത്മബന്ധത്തെ പോലെ അവരുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരു കുടുംബ സുഹൃത്തെ പോലെ അവരോട് സംസാരിക്കണം. അപ്പൊ അവരുടെ ഹൃദയം നമുക്ക് വേണ്ടി തുടിക്കുന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് മനസ്സിലായി എല്ലാവർക്കും? ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് ഒന്നും ചോദിക്കൂല. ഇന്ന് പി വി ഉണ്ടോന്നാ ചോദിക്കുന്നത് വിളിച്ചിട്ട്. ഇന്നത്ര പി വി ഉണ്ട്. ഈ പി വിക്ക് വേണ്ടി വിളിക്കുന്ന ലീഡർമാർ മാത്രമുണ്ട്. വേറെ ഒന്നിനും അവർ വിളിക്കൂല. ഒരു ബന്ധം ഉണ്ടാവില്ല. ഇന്ന് പി വി എല്ലാം കയറുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര വിളിയാ, ഭയങ്കര സ്നേഹമാണ് വൈകുന്നേരം ആകുമ്പോൾ ഡൗൺലൈൻ മെമ്പേഴ്സിനോട്. പി വി വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങും. ആ ബന്ധമല്ല ഇവിടെ പറയുന്നത്. ഡെയിലി കോണ്ടാക്ട് ഉണ്ടാകുക. ഈ 15 വരെ വിളിക്കാൻ അത്ര സമയം വേണം, അല്ലെ? ഇത്രേ വേണ്ടുള്ളൂ. ഇത് നിങ്ങൾ നിങ്ങളുടെ ടീമിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നോക്ക്. ടീമിലേക്ക് അത് പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും അതേപോലെ പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ ടീമിൽ 1 ലക്ഷമല്ല, 10 ലക്ഷമല്ല, 25 ലക്ഷം വന്നാലും എപ്പോഴും കോണ്ടാക്ട് ഉണ്ടാവും, അല്ലെ? വേറല്ലേ? ഇതാണ് ചെയ്യേണ്ടത്. ഇത് കൂടാതെ അപ്ലൈൻ ലീഡർ വേറെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ടീം ലീഡ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. വേറെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ABC 3-4 കാറ്റഗറികളുടെ ലീഡേഴ്സ് വരും. വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരുണ്ടാവും, അതിനോട് കുറച്ച് ഇതായി നിൽക്കണം. അങ്ങനെ ABC ആക്കി തിരിച്ചുകൊണ്ട് അവരെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് അവരുമായിട്ടും ഇടയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ടോപ്പ് നിൽക്കുന്ന ലീഡേഴ്സിനെ എല്ലാവരും അങ്ങനെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ ടോപ്പിൽ നിൽക്കുന്ന ലീഡർ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്നെ ഏത് സമയത്തും വിളിക്കാം എന്നുള്ളൊരു നിർദ്ദേശം ടീമിലേക്ക് കൊടുക്കണം. മനസ്സിലായില്ലേ? ഞാൻ ടോപ്പിലൊന്നുമില്ല, ഞാൻ നിങ്ങളെ പോലെ ഒരുത്തരാണ്, അതുകൊണ്ട് ഞാൻ അതൊന്നും അവകാശപ്പെടുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഏത് സമയത്തും വിളിക്കാം, ആർക്ക് വേണമെങ്കിലും വിളിക്കാം. തിരക്കിലാകുമ്പോൾ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് വെച്ചാൽ വോയിസ് മെസ്സേജ് ഇടുക എന്നുള്ള. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വോയിസ് മെസ്സേജ് ഇടുക. അപ്പോൾ ഞാൻ സമയം കിട്ടും, മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ എന്തെങ്കിലും തിരക്ക് കഴിഞ്ഞാൽ വോയിസ് മെസ്സേജ് നോക്കും. അതിന് കൃത്യമായിട്ട് അവരെ വിളിക്കേണ്ടതാണെങ്കിൽ വിളിച്ചിട്ട് തന്നെ മറുപടി പറയും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, വോയിസ് മെസ്സേജ് തിരിച്ചു കൊടുക്കും. അപ്പൊ ആ ബന്ധങ്ങൾ അവിടെ ഉണ്ടാക്കും. അയാളൊന്നും വിളിക്കാൻ പറ്റില്ല. ചില ലീഡർ ഉണ്ട്, അവരൊന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ. ചില കമ്പനിയിലൊക്കെ അങ്ങനെയുണ്ട്. അവരൊന്നും നീ ആരാ എന്നെ വിളിക്കാന്ന് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ലീഡർമാരുണ്ട്. അപ്പോ ബന്ധങ്ങൾ സ്ഥാപിക്കുക, ഹൃദയത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുക, റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള നല്ല ബന്ധങ്ങളിലെടുത്താണ് നല്ല ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബന്ധം ശിഥിലമായാൽ ആ ടീം അവിടെ തകരും. ഒരു സംശയം വേണം. നിങ്ങൾ എത്ര വലിയ ടീമിനെ കെട്ടിപ്പൊക്കിയോ അത് ചില്ല് കൊട്ടാരം പോലെ തകരാൻ അധിക സമയമൊന്നും വേണ്ട, അല്ലേ സത്യം മാഷേ? അപ്പോ ബന്ധങ്ങളാണ് നമ്മളെ വളർത്തിയെടുക്കുന്നത്. ബന്ധങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. റിലേഷൻഷിപ്പാണ് ഫസ്റ്റ് ഒരു ടീം ബിൽഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്. കേട്ടില്ലേ? ഇവിടെ ഞാൻ വലിയ ലീഡർ ആണെന്നുള്ള മനോഭാവത്തോടു കൂടിയിട്ട് തലയൊക്കെ എന്താ പറയാ ഇഷ്ടികയൊക്കെ വെച്ചിട്ട് തലയൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് വലിയ ഭാവത്തോടെ ഒന്ന് സംസാരിച്ചാലൊന്നും ടീം ഉണ്ടാവില്ല. മനസ്സിലാവുന്നില്ല? 1 ലക്ഷം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എന്തൊക്കെയോ ആണ് സംഭവിക്കുന്നത്. ഞാൻ 1 lakh അച്ചീവർ ആണെന്നൊക്കെയാ പറയുന്നത്. നല്ല കാര്യം തന്നെ, 1 lakh നിസ്സാര കാര്യമൊന്നും അല്ല. അപ്പം നിങ്ങൾ കണ്ടില്ലേ, മാവിന്റെ മുകളിൽ മാങ്ങ ഇഷ്ടം പോലെ നിറയുമ്പോ മാവ് എന്താ ചെയ്യാം, മാവ് ഇങ്ങനെ ഒന്ന് താഴോട്ട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം നിങ്ങൾക്ക്, അല്ലെ? പ്രകൃതിയിലെ നിയമമാണ് അത്, ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത്. അതുപോലെയാണ് നമ്മൾ വിജയം വരുമ്പം വിജയ ലഹരി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഞാൻ അവസാനം പറയാം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിനയമുള്ളവരാകണം, വിധേയമത്വമുള്ളവരാകണം, സ്നേഹമുള്ളവരാവണം, കടപ്പാടുള്ളവരാവണം. അപ്പൊ ഒന്ന് താഴ്ന്നു നിൽക്കണം എല്ലാവരും. അപ്പൊ വീണ്ടും വീണ്ടും പ്രകൃതി നിങ്ങളിലേക്ക് ഇഷ്ടംപോലെ മാവിന്റെ മുകളിൽ മാങ്ങ കൊടുക്കും പോലെ നിങ്ങളിലേക്കും സമൃദ്ധിയും ഐശ്വര്യവും പ്രകൃതി ചൊരിയും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പ്രകൃതിയാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കും. അതിന്റെ ദൈവം എന്നോ അള്ളാഹുന്നോ പഠിച്ചോന്നോ എന്തെങ്കിലും വിളിച്ചോ ആളുകൾ, മനസ്സിലായ? പ്രകൃതി ശക്തി അല്ലേ? ഞാനിങ്ങനെ പറയാൻ തുടങ്ങി ഇത് തീരൂല. അപ്പോ പോയിന്റ് കിട്ടും. അപ്പൊ ആ ബഹുമാനവും സ്നേഹവും നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് വീണ്ടും വരും. അപ്പൊ താഴ്ന്നു നിൽക്കുക, സ്നേഹത്തോടെ നിൽക്കുക, അവരിലൊരു എളിയവനായിട്ട് നിൽക്കാൻ വേണ്ടി സാധിക്കുക എന്നല്ലേ. അപ്പൊ റിലേഷൻഷിപ്പ് ഫസ്റ്റ് ആണ്. ഈ റിലേഷൻഷിപ്പ് എന്നാണ് നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്, ടീമിന് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. നെഗറ്റീവ് ടോക്ക് ഒരു കാരണവശാലും ടീമിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ചില ലീഡർമാർ ഇരുന്ന് വർത്താനം പറഞ്ഞു നിൽക്കണം, മനസ്സിലായ? ഇന്നൊന്നും നടന്നിട്ടില്ല, ഒരാഴ്ചയായിട്ട് 10 പൈസ വരുമാനം കിട്ടിയിട്ടില്ലെന്ന്, മനസ്സിലായ? ഇതൊക്കെ മുന്നോട്ട് പോവോ? ഇങ്ങനെയാണ് ഒരു ടീം ലീഡർ അദ്ദേഹത്തിന്റെ ടീമിനെ വിളിച്ചു കൂട്ടി ഇരുന്നിട്ട് ചായ കുടിക്കുമ്പോൾ വർത്താനം പറയുന്നത്. മനസ്സിലായില്ല? അപ്പൊ ഡൗൺലൈൻ പറയും, സാറേ വേറൊരു കമ്പനി വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളി സാധനമാണ്, ഇത്രയൊന്നും കാശൊന്നും വേണ്ട ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, അല്ലേ? ടീം തകരാൻ വേണ്ടിയിട്ട് നമ്മുടെ നെഗറ്റീവ് ടോക്ക്, നെഗറ്റീവ് ചിന്ത പോലും നമുക്ക് പാടില്ല എന്നുള്ളതാണ്. പല ടീമും തകരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്.
നെഗറ്റീവ് ടോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അപ്ലൈൻ ലീഡറുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കുകയാണ്. അത് വേറെ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ തന്നെ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. മനുഷ്യരിലല്ലേ, ഇത് മാനേജ്മെന്റ് ആണ്. ഒരു വീട്ടിലെ സഹോദരന്മാര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, ഒരു അച്ഛന്റെ അമ്മയുടെ മക്കൾ തന്നെ പല കാര്യങ്ങൾ ഏറ്റുമുട്ടുക, എന്നിട്ട് വേണ്ട പിന്നെ ടീമിലുള്ള ആളുകൾ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അപ്ലൈൻ ലീഡറുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ടീമിലേക്ക് അപ്പൊ തന്നെ നെഗറ്റീവ് ആക്കി അവൻ ശരിയല്ല ഇവൻ ശരിയല്ല ഞാൻ മാത്രമാണ് ശരി എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അപ്പോ അതെല്ലാം നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും സാധിക്കണം നമുക്ക് ടീമിൽ. ഒരു വിശ്വാസം, എന്റെ ലീഡർ നീതിയുടെ ഭാഗത്തേ നിൽക്കുള്ളൂ, സത്യത്തിന്റെ ഭാഗത്തേ നിൽക്കുള്ളൂ എന്നുള്ള ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇതൊക്കെയാണ് ടീം ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായി? എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ഒരാൾ തെറ്റാണ് പറഞ്ഞെങ്കിൽ പോലും അല്ലേ, നീ തെറ്റാണ് പറഞ്ഞതെന്ന് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാതെ നമുക്ക് ആലോചിക്കാം, എന്താണ് നോക്കട്ടെ, മനസ്സിലായി, എന്താ പ്രയാസം നോക്കട്ടെ എന്ന് പറയാം. നീ പറഞ്ഞ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ചാടി കയറി അവരെ ഇത് പറയുമ്പോൾ അവർക്ക് മാനസികമായിട്ട് വലിയ പ്രയാസം ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മളെല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് സാവധാനത്തിൽ പറയാം, അത് ഇങ്ങനെ പറഞ്ഞത് ശരിയായിട്ടുണ്ടോ, നമ്മുടെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടല്ലോ അല്ലെ, എന്നാ പരിശോധിച്ച് നോക്കി എന്ന് പറയുമ്പോൾ അവർ തെറ്റ് സമ്മതിക്കും. സോറി സാറേ, എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയതാണ് കേട്ടോ, സാറ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു സാറേ, ഞാൻ അദ്ദേഹത്തോട് വേണമെങ്കിൽ ക്ഷമ ചോദിക്കാം അല്ലെ. അപ്പൊ നമ്മൾ പറയും എന്താ, ക്ഷമയൊന്നും ചോദിക്കേണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. വീണ്ടും എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൈ കോർത്ത് അല്ലെ, നമ്മളൊരു മേശക്ക് കിട്ടിയിരുന്ന ഒരു ചായ കുടിച്ച് ഒരു ചേർത്ത് പിടിച്ച് ഒരു സെൽഫി ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ ഒരു ആത്മബന്ധം അവിടെ വർദ്ധിക്കും. ഇതൊക്കെയാണ് ടീം ബിൽഡിംഗ് ചെയ്ത രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് അപ്ലൈൻ ലീഡർ പറയാം അയാൾ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല, മറ്റവനോട് പറഞ്ഞു നിന്നോട് അങ്ങനെ അത് പറഞ്ഞത് തെറ്റല്ലേ. ഇവരെ രണ്ടാളെയും ഭിന്നിപ്പിക്കുന്ന അപ്ലൈൻ ലീഡേഴ്സ് ആണ് ചില ആളുകളൊക്കെ. എല്ലാവരും അല്ല പറയുന്നത്. ചില ലീഡേഴ്സിന്റെ ഒരു പക്വമായ ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ട് ടീമിനകത്ത് ഇങ്ങനെ ചില പ്രയാസങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അപ്ലൈൻ ലീഡർ, ഒരു നല്ല ലീഡറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു നല്ല ലീഡർ ആണെങ്കിൽ ടീമിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് 2 ചായയും കുടിച്ച് 4 സെൽഫിയൊക്കെ എടുത്തൊന്ന് ചിരിക്കുമ്പോൾ അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കണം. അതാണ് ടീം ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഈ ട്രസ്റ്റ്, വിശ്വാസം പരസ്പരം ടീമിൽ നഷ്ടപ്പെട്ട ആ ടീം തകർന്നു പോകും. ക്ലിയർ ആയ ഞാൻ പറഞ്ഞ പോയിന്റ്? ഓക്കെ. അടുത്തത്, എപ്പോഴും ഒരു ലീഡർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ്. ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ലീഡറുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? ടീമിന് ക്യാപ്പബിലിറ്റി ഉണ്ടാവില്ല. മനസ്സിലായ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിയേറ്റിവിറ്റി. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, മറ്റത് ചെയ്യുക, മറിച്ച് ചെയ്യുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കഴിവ് എന്തുണ്ടാവണം? ഒരു ലീഡർക്ക് ഉണ്ടാവണം. നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഓരോരോ കാര്യങ്ങളൊക്കെ. അതൊക്കെ വ്യത്യസ്തമായിട്ട്, നമ്മുടെ ടീമിന് വ്യത്യസ്തമായിട്ട്. ഇപ്പൊ ഒരു ടീം സ്പിരിറ്റ് കൂടി ഉണ്ടാവണം. മനസ്സിലായി? ഇപ്പം പല ഗ്രൂപ്പുകൾ ഓരോ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന ടീം, ഞങ്ങൾ ഇന്ന ടീം, ഞങ്ങൾ ഇന്ന ടീം അല്ലെ. ഒരു ടീം സ്പിരിറ്റോട് കൂടിയിട്ട് നമ്മൾക്ക് എന്ത് ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്താ, ഞങ്ങളുടെ ടീമിൽ ഇത്ര അച്ചീവേഴ്സ് ഉണ്ട് കേട്ടാ, ഞങ്ങളുടെ ടീമിന്റെ ഒരു പേര് എ എന്നാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞങ്ങളുടെ ടീമിൽ ഇതാ 25 ലക്ഷം രൂപ നേടിയ 4 പേരായി കഴിഞ്ഞു, 10 ലക്ഷം രൂപ നേടിയ 5 പേരായി കഴിഞ്ഞു, 50 ലക്ഷത്തിന് മുകളിൽ 3 ആളായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ടീം സ്പിരിറ്റ് കൂടി നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് നല്ലതായിരിക്കും. ടീം സ്പിരിറ്റ് മത്സരത്തിന് ആവരുത്, പരസ്പരം അവസാനം ദോഷകരമായ ഒരു ടീം സ്പിരിറ്റ് അല്ല പറയുന്നത്. നമ്മൾ വിജയിക്കാനുള്ള ഒരു ടീം സ്പിരിറ്റ് നല്ലതായപ്പോഴും അല്ലെ. നമ്മൾ ഫുട്ബോൾ കണ്ടിട്ടില്ലേ ഇല്ലേ, ക്രിക്കറ്റ് കണ്ടിട്ടില്ലേ, അവിടെ ഇന്ത്യ കളിക്കുന്നുണ്ട്, പാകിസ്ഥാൻ കളിക്കുന്നുണ്ട് ഇല്ലേ, ഓരോ രാജ്യങ്ങൾ കളിക്കുന്നുണ്ട്. അതൊരു ടീമായിട്ടാണ് കളിക്കുന്നത്, ഒരു ടീം സ്പിരിറ്റാ. അതുകൊണ്ട് കളി തോറ്റു പറഞ്ഞാൽ ബോംബ് എടുത്തിട്ട് അങ്ങോട്ട് പോവോ? ഇല്ലല്ലോ. അതേപോലെ ആയിരിക്കണം ഒരു ടീം സ്പിരിറ്റ്. നമുക്ക് ടീമിന്റെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുക വലിയൊരു ആവേശം, സ്ഫോടനാത്മകരമായ വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നിങ്ങളൊരു കോർ ഉണ്ടാവും, എല്ലാവരും ആ കോറിനെ വിളിച്ച് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ കേരളത്തിലെ വേൾഡിലെ നമ്പർ 1 ബയോട്ടോറിയത്തിന്റെ ടീം നമ്മുടേതായിരിക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട്, കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ കൊടുത്തുകൊണ്ട് അവരുടെ ക്യാപ്പബിലിറ്റീസിനെ, അവരുടെ കഴിവുകളെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ക്ലിയർ ആയില്ലേ? ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടീം ബിൽഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് 2 ആളെ ഉണ്ടാക്കി 4 ആക്കി ടീം ഉണ്ടായിരുന്നില്ല. അതല്ല, ടീമിന് എപ്പോഴും നമ്മളൊരു ഫിസിക്കൽ മീറ്റിംഗ്, സൂം മീറ്റിംഗ് നടത്താം. പല സ്ഥലത്തുള്ളതുകൊണ്ട് ഫിസിക്കൽ മീറ്റിംഗ് നടത്താൻ പ്രയാസം. എന്നാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും കോർ, ഞാൻ പറഞ്ഞ ഒരു 15 പേരുടെ ഒരു കോർ അല്ലെങ്കിൽ 30 പേരുടെ ഒരു കോർ, അത് ഫിസിക്കലി ഒരു മാസത്തിലോ 2 മാസത്തിലോ, മാസത്തിൽ ഒരു തവണയെങ്കിലും നടത്തുന്നതല്ലാണ് മിനിമം.
നിങ്ങൾ ഫിസിക്കലി അന്നത്തെ ദിവസം ഒരു വർക്ക് എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അന്നത്തെ ദിവസം നിർബന്ധമായിട്ടും ആ കോർ മീറ്റിംഗ് വിളിച്ചാൽ അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അന്നത്തെ ദിവസത്തെ വർക്കിന്റെ ഇരട്ടി അടുത്ത ദിവസങ്ങളിൽ വരും. മനസ്സിലായ? കോർ മീറ്റിംഗ് നടത്തുക, നിങ്ങളുടെ ടീം മീറ്റിംഗ് നടത്തുക. കോർ നിങ്ങളുടെ ടീം മീറ്റിംഗ്, ആക്ച്വലായിട്ട് കട്ടക്ക് നിൽക്കുന്ന ആളുകൾ ടീം മീറ്റിംഗ്. അത് മാസത്തിൽ ഒരു തവണയെങ്കിലും ഫിസിക്കൽ മീറ്റിംഗ് നടത്തുക. ചെറിയ ചെറിയ ടീം മീറ്റിംഗ് ഇടക്കിടക്ക് നടത്തുക. ആഴ്ചയിൽ ഓരോ ടീമിനും അവരുടേതായ ടീം മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഹോം മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് സംഘടിപ്പിക്കുക. ഇത് കണക്കുള്ള പ്രോഗ്രാംസിൽ കൃത്യമായിട്ട് ആളുകളെ കയറ്റുക. രാവിലത്തെ സൂം മീറ്റിംഗ് ആയാലും ഇടയ്ക്കുള്ള സൂം മീറ്റിംഗ് ആയാലും കമ്പനിയുടെ സൂം മീറ്റിംഗ് ആയാലും ഇതിനൊക്കെ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ടീം സ്പിരിറ്റ് നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ, ഒരു ടീം സ്പിരിറ്റ് നല്ല കാര്യത്തിലായിരിക്കണത്, അത് മോശം കാര്യത്തിലേക്ക് ഉപയോഗിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട. ഈ ടീമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ഈ ടീമാണ് നമുക്ക് വരുമാനം വാങ്ങിത്തരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് എത്തുകയാണ് വീണ്ടും. ഇത് ഒരാളുടെ കഴിവ് കൊണ്ടല്ല ഡയറക്ട് സെല്ലിങ്ങിൽ വിജയിക്കുന്നത്. മൊത്തത്തിൽ എല്ലാവരുടെയും കഴിവുകൾ ക്രോഡീകരിക്കുമ്പോഴാണ് ഡയറക്ട് സെല്ലിങ്ങിൽ വിജയിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുക, അല്ലെ? അപ്പോഴാണ് നമ്മളെ ടീം വിജയിച്ചാലേ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ നമ്മുടെ ജീനിയസിലും വിന്നേഴ്സുള്ള ആളുകൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൊണ്ട് OT ആണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. OT എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പ്രൈവറ്റ് ജോലിക്കാർക്കൊക്കെ രാത്രിക്ക് പോയി ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം കിട്ടുന്ന വരുമാനത്തെ കുറിച്ചല്ല ഇവിടുത്തെ OT എന്ന് പറയുന്നത്. ഒതേഴ്സ് ടൈം, മറ്റുള്ളവരുടെ സമയം, ഒതേഴ്സ് ടാലന്റ്, മറ്റുള്ളവരുടെ ടാലന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിൽ വിജയിക്കാൻ പറ്റുന്നത്. അങ്ങനെ നല്ലൊരു ടീമിനെ വാർത്തെടുക്കുക, ടീമിൽ കോൺഫിഡൻസ് കൊടുക്കുക, ടീമിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുക, റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, അവരുമായിട്ട് നല്ല ട്രസ്റ്റ്, വിശ്വാസത്തിൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കണം. ഈ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടീമിനെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. സ്വന്തം മക്കളെ സ്നേഹിക്കുന്നത് പോലെ ടീമിനെ സ്നേഹിക്കുക, അല്ലേ? സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക. ഇത്രേ ഉള്ളൂ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട. കോൺഫിഡൻസ് കൊടുക്കുക, റിലേഷൻഷിപ്പ് ഉണ്ടാകുക, ബന്ധങ്ങൾ ഉണ്ടാകുക, ഡെയിലി ഫോൺ ചെയ്യുക, അല്ലെ? ഇപ്പോൾ ഡെയിലി ഫോൺ ചെയ്യുമ്പോഴുള്ള ബന്ധവും എപ്പോഴും ഒരു 6 മാസത്തിലൊരിക്കൽ വിളിച്ചാലുള്ള ബന്ധവും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ? ഡെയിലി വിളി വെക്കുമ്പോൾ ഇന്ന് വിളിച്ചില്ലല്ലോ നമ്മൾ വിചാരിക്കും, അല്ലെ? ഉടനെ അവരെ അങ്ങോട്ട് വിളിക്കും, അല്ലെ? എന്തുണ്ട് എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഉറക്കം വരില്ല, ശരിയല്ലേ? അതാണ് ബന്ധം എന്ന് പറയുന്നത്. ഇന്ന് വിളിച്ചില്ലോ, അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടില്ലല്ലോ എന്ന് നമുക്ക് തോന്നും സ്വാഭാവികമായിട്ടും. അപ്പോ അവിടെയാണ് ബന്ധങ്ങൾ വളരുക എന്നുള്ളത്. ബന്ധങ്ങളിലൂടെയാണ് നമുക്ക് ബിസിനസ് വളർത്താൻ വേണ്ടി സാധിക്കുള്ളൂ, അല്ലെ? ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം തനിയെ വന്നോളൂ. പണത്തിന് ബന്ധങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കില്ല. ആദ്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. നിങ്ങൾ കുറെ പണം ഉണ്ടെന്ന് വെച്ചാലൊന്നും ബന്ധങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പണവും നേടാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇത്രയും ആണ് എനിക്ക് പ്രധാനപ്പെട്ട ആയിട്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാവരും ലീഡേഴ്സാണ്, എന്നേക്കാൾ കഴിവുള്ള, അറിവുള്ള, പ്രാഗൽഭ്യമുള്ള നല്ല ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ലീഡേഴ്സാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ടീമിനെ ചേർത്ത് പിടിക്കുക. ടീമിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുക്കണം. അത് കേട്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനെ സംയമനത്തോടു കൂടിയിട്ട് നമുക്ക് തിരുത്തി കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അടുത്തത് നമ്മളെ റീപർച്ചേസ് ആണ്. ഇപ്പൊ റീപർച്ചേസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ നട്ടൽ എന്ന് പറയുന്നത് റീപർച്ചേസ് ആണ്. അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിങ്ങിന്റെ വരുമാനത്തിന്റെ യഥാർത്ഥ മധുരം അനുഭവിക്കുന്ന നമ്മൾ റീപർച്ചേസിലൂടെയാണ്. മനസ്സിലായി? യഥാർത്ഥ മധുരം അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നത് റീപർച്ചേസിലൂടെയാണ്. ഇപ്പൊ നമ്മുടെ റീപർച്ചേസ് വേറെ ലെവലിലേക്ക് വന്നു. ബയട്ടോറിയത്തിന്റെ 2nd ലെവൽ ബ്ലാസ്റ്റിംഗ് ഇല്ലേ, ഈ ജൂലൈ 1 മുതൽ ആരംഭിച്ചിരിക്കുന്നു. ജൂലൈ 1, 2025 എന്നത് ബയട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം തങ്ക ലിപികളാൽ എഴുതപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു ദിവസമാണ് ജൂലൈ 1 എന്നുള്ളത്. അതുവരെയും ഇല്ലാത്ത രീതിയിൽ ഇന്ന് വരെയും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൂപ്പർ വേൾഡ് ക്ലാസ് സെൽഫ് റീപർച്ചേസ് പ്ലാൻ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കേവലം 1100 രൂപയുടെ റീപർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് മാസം 38 ലക്ഷം രൂപ കൊടുക്കുന്ന വേൾഡിലെ ഒരേ ഒരു കമ്പനി ഈ ബയട്ടോറിയം. ഒരേ ഒരു കമ്പനി ഈ ബയട്ടോറിയം. സാഗർ ജോഷി സാറിന് ബിഗ് കൺഗ്രാജുലേഷൻസ്. മനസ്സിലായ? വെറും 1100 രൂപയുടെ ഉൽപ്പന്നം, 1200, 1500, 1600 എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. നിരവധി ഉൽപ്പന്നങ്ങളുടെ റീപർച്ചേസിലേക്ക് വരിക. എപ്പോഴാണ് റീപർച്ചേസ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ID ആക്ടിവേഷൻ ചെയ്ത ഡേറ്റ് എപ്പോഴാണോ അന്നത്തെ ദിവസം നിങ്ങൾ റീപർച്ചേസ് ചെയ്യുക. തലേ ദിവസം തന്നെ പിന്നൊക്കെ എടുത്ത് വെച്ചോളണം കേട്ടോ. വൈകുന്നേരം 6 മണിക്കാവുമ്പോൾ പിന്നെ കിട്ടിയില്ല സാറേ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ആകെ ആ ഡേറ്റ് അങ്ങ് പോകും. അതുകൊണ്ട് തലേ ദിവസം തന്നെ പിന്നെടുത്ത് വെക്കുക. എന്നിട്ട് പറ്റുമെന്ന് തലേ ദിവസം തന്നെ ചെയ്തു, ഒരു ദിവസം മുമ്പേ, ഒരു കുഴപ്പമില്ല. കേട്ടില്ലേ?
അപ്പൊ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റിന്റെ ചോയ്സ് എടുക്കുക, പിൻ പർച്ചേസ് ചെയ്തൊക്കെ നമ്മുടെ സമയമാകുമ്പോൾ ആക്ടിവേഷൻ ചെയ്യും. അതിന്റെ കട്ട് ഓഫ് ടൈം എന്ന് പറയുന്നത് ഉച്ചക്ക് 12 മണി രാത്രി 12 മണിയാണ്, അല്ലാണ്ട് 5 മണിയല്ല. അത് ശ്രദ്ധിക്കണം. ആ സമയത്തിനുള്ളിൽ നമ്മൾ റീപർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ LRP ഉണ്ട്, നമുക്ക് ഫോറിൻ ട്രിപ്പിന് വേണ്ടിയിട്ട് കമ്പനി ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് മാറ്റി വെക്കും. അതുകൊണ്ട് ആ എമൗണ്ട് അവിടുന്ന് വാഷ് ഔട്ട് ആയിപ്പോ. LRP എന്ന് പറയുന്നത് 10,000 രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടുമ്പോൾ 500 രൂപ കമ്പനി അതിനകത്തേക്ക് മാറ്റി, 500 പോയിന്റ് രൂപയല്ല 500 പോയിന്റ് കൂട്ടിക്കും അതിനകത്തേക്ക് മാറ്റി വെക്കുന്നത്. അപ്പോൾ അതെന്താവും, അത് വാഷ് ഔട്ട് ആവും ആ സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് എല്ലാവരും സമയത്ത് ചെയ്യാനുള്ളതാണ്. ഒരു മാസം ഇന്നിപ്പോ 10-ാം തീയതിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് 18-ാം തീയതിയാണ് നിങ്ങൾ ചെയ്യുന്നത്, അടുത്ത മാസം നിങ്ങളുടെ 18-ാം തീയതി ആയിരിക്കില്ല, 30 ദിവസമാണ് അതിന്റെ ഡേറ്റ്. ചിലപ്പോൾ ഒരു 1-2 ദിവസം മുമ്പിലേക്ക് വരും. അതെല്ലാം ഡാഷ്ബോർഡിൽ കൃത്യമായിട്ട് കാണും. ഡാഷ്ബോർഡിൽ കാണും കേട്ടോ. 18 to 18 അല്ല, ചിലപ്പോൾ 2-3 ദിവസം, 30 ദിവസമാണ് വരിക. ചില മാസം 28 ഉണ്ട്, ചില മാസം 29 ഉണ്ട്, ചില മാസങ്ങളിൽ 31 ദിവസമുണ്ട്. അത് ഡാഷ്ബോർഡിൽ കാണും. ആ ഡാഷ്ബോർഡിൽ കാണുന്ന ദിവസം ചെയ്യാം. അങ്ങനെ 1100 രൂപയുടെ ബിസിനസ് നമ്മൾ ഒരു റീപർച്ചേസ് നടത്തിയാൽ മിനിമം, അല്ലെങ്കിൽ 1600 അൾട്രാബറി വാങ്ങിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റീറ്റെയിൽ ചെയ്യാം അല്ലെ. റീറ്റെയിൽ ചെയ്യുമ്പോൾ നമുക്ക് 3250 രൂപയുണ്ട് അതിന്റെ വില. നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൊടുക്കാം. 3000-ന് കൊടുത്താലും നമുക്ക് എത്ര രൂപ കിട്ടും അവിടെ? ഏകദേശം 1400 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. ആരോടും ചോദിക്കണ്ട അല്ലെ. ഒരു 5 ബോട്ടിൽ വിറ്റാൽ ഇത്രയായി 7000 രൂപ കിട്ടി. 10 ബോട്ടിൽ വിറ്റാൽ 14,000 രൂപ കിട്ടി. വീട്ടിലേക്ക് വൈകുന്നേരം പോകുമ്പോൾ പച്ചക്കറി മേടിക്കാം, മീൻ മേടിക്കാം, കുട്ടികൾക്ക് ഫ്രൂട്ട്സ് മേടിക്കാം അല്ലെ, മധുര പലഹാരങ്ങൾ കൊണ്ടുപോകാം. ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ ഭർത്താവിനോട് 1 രൂപ പോലും ചോദിക്കണ്ട. ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഭർത്താവിന് വളരെ സന്തോഷമായിരിക്കും. ബാറ്റോറിയത്തിൽ പോയിട്ട് രക്ഷപ്പെട്ട് കേട്ടാ. അപ്പൊ നമുക്കൊരു വെയിറ്റ് ആയി അല്ലേ. അല്ലേ, ശരിയല്ലേ? ഭർത്താക്കന്മാരാണെങ്കിൽ എന്താവും, വീട്ടിലേക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇല്ലേ, പൂമുഖപ്പതി പടിവാതിൽ നിൽക്കും ഇല്ലേ, പാട്ടുമായിട്ട് ഭാര്യ ഇല്ലേ. ഒന്നുമില്ലാതെ കയ്യും വീശി പോകുന്ന ഭർത്താവാണെന്നും ഭാര്യ ഇങ്ങനെ ആകപ്പാടെ ഭദ്രകളിയായിട്ട് അവിടെ നിൽക്കും, ദേഷ്യം വന്നിട്ട് ഇല്ലേ. അപ്പൊ വളരെ സന്തോഷം ഉണ്ടാകും വീട്ടില്. കുട്ടികളായാലും ഭർത്താവായാലും ഭാര്യ ആയാലും സ്നേഹം ഉണ്ടാവും അല്ലേ. ദിവസം മീനും പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി പോകുമ്പോ കുഴപ്പമില്ല കേട്ടോ, ബയോട്ടോറിയം കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ റീറ്റെയിൽ ചെയ്യാനുള്ള അവസരം നമുക്ക് തന്നിട്ടുണ്ട്. നിരവധി പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാണ്. അതിൽ വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ്, ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച പാറ്റന്റ് പ്രൊഡക്റ്റ്, നമ്മുടെ പെട്രോളിയം വാഹനങ്ങളുടെ മൈലേജ് കൂട്ടുന്ന പ്രൊഡക്റ്റ്, വേൾഡിലെ ട്രെൻഡ് ആകാൻ വേണ്ടി കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഓൺലി ബയോട്ടോറിയത്തിൽ മാത്രം ലോഞ്ച് ചെയ്യാണ്. ബയോട്ടോറിയത്തിൽ മാത്രം ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒരു കാർ കമ്പനി ഒരു കാർ നിർമ്മിച്ചു, ഒരു BMW ആയാലും അല്ലെങ്കിൽ എന്ത് കമ്പനിയെങ്കിലും ആയിക്കോട്ടെ, ഒരു നല്ലൊരു കാർ നിർമ്മിച്ച്, ബെൻസ് ആയാലും എല്ലാ കമ്പനികളും ഒരു കാർ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് റോട്ടിലേക്ക് ഇറക്കണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പരിശോധിച്ചതിനൊരു സർട്ടിഫൈ ചെയ്യണം. ഈ കാർ റോട്ടിൽ ഇറക്കി ഓടിക്കാം, മനസ്സിലായ? ആ സർട്ടിഫൈ ചെയ്യുന്ന കമ്പനിയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റിന് സർട്ടിഫിക്കേഷൻ തന്നിരിക്കുന്നത്. ഇത് വാഹനങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇന്ധനക്ഷമത, മൈലേജ് ഇത്ര % വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ഇത് എഞ്ചിന്റെ ക്ഷമത, മനസ്സിലായ? എഞ്ചിൻ ഏറ്റവും നല്ലതാണ്. ഇതിന് എഞ്ചിന്റെ ക്ഷമത കൂടും. അതോടൊപ്പം പൊല്യൂഷൻ ഉണ്ടാവില്ല, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നുള്ള സർട്ടിഫിക്കറ്റ് ഈ സ്ഥാപനത്തിന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വരും ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ബോംബെയിലായിരുന്നു, പലർക്കും അറിയാം. അപ്പോൾ ആ പ്രൊഡക്റ്റ് എല്ലാം അവിടെ കുറച്ച് വന്നിട്ടുണ്ട്. അതെല്ലാം മോഡലൊക്കെ എടുത്ത് സാറിനെ കാണിച്ചു തന്നു, മനസ്സിലായ? ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അതെല്ലാം ഓരോന്നും ഒരു ചെറിയ പാക്കറ്റ് വിറ്റാൽ നിങ്ങൾക്ക് ഒരു 750 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്കാണ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു 4 എണ്ണം ഒരു ദിവസം നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റിയാൽ 3000 രൂപ ഉണ്ടാക്കാം അല്ലേ. നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ, അല്ലെങ്കിൽ അൾട്രാബറി കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വാഹനം എടുത്ത് പുറത്തു പോകാതിരിക്കാൻ പറ്റുമോ? വാഹനം എടുത്ത് പുറത്തു പോകണമെങ്കിൽ അതിനകത്ത് പെട്രോൾ ഒഴിക്കണ്ടേ ഇല്ലേ. ജോലിക്ക് പോകുന്ന ആളായാലും അവിടെ പോകുന്ന ആളായാലും മോർ പവർ കൊടുക്കുമ്പോൾ, മോർ പവർ ഒന്നും ഇപ്പൊ വേണ്ട, കാശില്ല എന്ന് പറയുന്ന ആളുകൾ അല്ലെ. പെട്രോൾ ഒഴിച്ച് വാഹനം ഓടിക്കാണ്ട് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. പറ്റുമോ? എവിടെയും പോകാൻ പറ്റില്ല. പെട്രോൾ മസ്റ്റാ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വലിയൊരു വ്യവസായമാണ് പെട്രോളിയം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ പെട്രോൾ ഇല്ലാതെ ഒന്നും നടക്കൂല. കറണ്ടിന്റെ വാഹനങ്ങൾ വരുന്നു. അപ്പൊ വരട്ടെ, നല്ല കാര്യമാണ്. അതിപ്പോ എല്ലായിടത്തും ആയിട്ടില്ലല്ലോ സാർവത്രികമായിട്ട്. അപ്പൊ പെട്രോൾ ഒഴിച്ചേ പറ്റുള്ളൂ. അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം 40 to 60% മൈലേജ് വർദ്ധിക്കുന്നതാണ്. 40% എടുത്താൽ പോലും നമ്മുടെ 1 ലിറ്റർ ഈ ലിക്വിഡ് ഉപയോഗിക്കും. ഇത് 1 ലിറ്ററിൽ 2 ml ഒഴിച്ചു കൊടുത്താൽ മതി. 2 ml ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ 1 ലിറ്റർ ഇത് ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ പെട്രോൾ ഇനത്തിൽ ഏകദേശം 20,000 മുതൽ 30,000 രൂപ വരെ ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. 1 ലിറ്റർ ഇത് വാങ്ങിയാൽ അദ്ദേഹത്തിന്റെ പെട്രോൾ ചെലവിൽ ചുരുങ്ങിയത് 20,000 to 30,000 രൂപ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും ആ പ്രൊഡക്റ്റ് വരട്ടെ. അപ്പൊ ഞാൻ അത് വിശദമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തരും. ഒരു ടീം ഇല്ലെങ്കിലും കാശുണ്ടാക്കാം, മനസ്സിലായ? 4 ആൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ മതി. 250 ml പാക്കറ്റ് ആണ് വരുന്നത്. 1 ലിറ്റർ ആണ് ഉണ്ടാകുക. അതിനകത്ത് 250 4 ഉണ്ടാവും.
പൊട്ടിച്ച് 4 കസ്റ്റമർ കൊടുത്താൽ 3000 രൂപയായി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാകുമ്പോഴേക്ക് വീട്ടിലേക്ക് വരാം. 4 വിറ്റിട്ട് 3000 രൂപ വെച്ച് ഒരു മാസം ഇങ്ങനെ വിറ്റാൽ 1,00,000 രൂപയായി അല്ലേ? പിന്നെന്താ സ്വർഗമായില്ലേ? ഒരു മാസം ഒരാളില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒറ്റക്ക് വേണമെങ്കിൽ 1,00,000 രൂപ ഒരു മാസം ഉണ്ടാക്കാം. വണ്ടിയില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞാൽ മതി. വേണ്ട, സുഹൃത്തുക്കളോട് പറഞ്ഞാൽ മേടിക്കൂലെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത സ്ഥലത്തേക്ക് പോവുക, നല്ലൊരു വിസിറ്റിംഗ് കാർഡൊക്കെ റെഡിയാക്കുക, ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ ഡെമോ പൗച്ച് കൂടി ഉണ്ടാവും കേട്ടോ. ഇതിന്റെ ഡെമോ കാണിച്ചു കൊടുക്കാം നമ്മൾക്ക്. ഇത് വാഹനത്തിലേക്ക് ഒഴിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഇതിന്റെ മാക്സിമം ഗിയറിലിടുക, എന്നിട്ട് സ്പീഡോമീറ്റർ വെച്ചിട്ട് വാഹനത്തിന്റെ സ്പീഡ് അളക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് 1 ലിറ്റർ പെട്രോൾ ഉള്ളതെങ്കിൽ 2 ml ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. വാഹനം ഒന്ന് ഓടിച്ചിട്ട് വരാൻ പറയാം അദ്ദേഹത്തോട്. നമ്മൾ 3-4 കിലോമീറ്റർ ഓടിച്ചിട്ട് ഇങ്ങോട്ട് പോവാം, ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയാം. ഓടിച്ച് വന്നിട്ട് അവിടെ നിർത്തുക. അതിനുശേഷം വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുക, ഇത് മാക്സിമം ഗിയറിൽ ഇടുക, ഇത് സ്പീഡോമീറ്റർ വെച്ച് നോക്കുക. രണ്ടിലും സ്പീഡിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു 2-3 ദിവസം ഉപയോഗിക്കുമ്പോൾ പുകയുണ്ടാവില്ല വാഹനത്തിന്റെ. ഈ കരിമ്പുകയൊക്കെ തുപ്പുന്ന വാഹനങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലേ? പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് ഒരു പണിയും ബുദ്ധിമുട്ടുണ്ടാവില്ല. വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ആണ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായ? ഇത് വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഒരു ദിവസം 4 ബോട്ടിലൊന്നും അല്ല കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? എത്ര വാഹനങ്ങൾ ഇല്ലേ? ഒരു വീട്ടിൽ തന്നെ ഒരാൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അച്ഛനും അമ്മക്കും കാറ് അല്ലേ, മക്കൾക്ക് വേറെ കാറ്, അതുപോലെ തന്നെ ബൈക്ക്, ഒരു 10 വാഹനങ്ങളൊക്കെ ഒരു വീട്ടിനകത്ത് കയറ്റിയിട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വീടുകളുണ്ടെന്ന്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. വലിയൊരു ഹ്യൂജ് ഇൻകം നമുക്ക് റീപർച്ചേസിലൂടെ നേടാൻ വേണ്ടി സാധിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജോയിനിങ് ഡേറ്റ്, ആക്ടിവേഷൻ ഡേറ്റ് അനുസരിച്ചാണ് ഇത് വരുന്നത്. എല്ലാ മാസവും ഇത് പർച്ചേസ് ചെയ്യുക, ടീമിനെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുക. ഒരു മാസം ഒരു 1100 രൂപ റീപർച്ചേസ് ചെയ്താൽ പോലും ഒരു വർഷം ആകെ ചെലവ് ചെയ്യേണ്ടി വരുന്നത് 12ഉം 100 വെച്ച് ഇപ്പൊ 1200ഉം 13,000 പിടിച്ചോ. ഒരു 15,000, 16,000, 20,000 പിടിച്ചോ. ഈ 20,000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ റീപർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓരോ മാസവും നിങ്ങൾക്ക് 40 ലക്ഷം രൂപ ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ 12 മാസം കൊണ്ട് ഇല്ലേ ഏകദേശം 4,80,00,000 രൂപ റീപർച്ചേസ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ആകെ മുതൽ മുടക്കേണ്ടത് എന്താണ്? ഒരു 20,000 രൂപ. ഒരു വർഷം കൊണ്ടാണ്, ഒരു ദിവസം കൊണ്ടല്ല, ഒരു വർഷം കൊണ്ട് നമ്മൾ വാങ്ങുന്ന ഒരു 20,000 രൂപ നിങ്ങൾക്ക് മാസം കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങാം. വീട്ടിലേക്കുള്ള പേസ്റ്റ്, സോപ്പ്, ഷാമ്പു, അതുപോലെ ഗ്രോസറി ഐറ്റംസ്, ടെക്സ്റ്റൈൽ ഐറ്റംസ്, ബ്യൂട്ടി കെയർ ഒക്കെ വരികയാണ് അല്ലേ? ബ്യൂട്ടി കെയർ അല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നതിന് സൗന്ദര്യത്തിന് വേണ്ടിയാണ് അത്രയെന്നാ പറയുന്നത്. ആണിനും പെണ്ണിനും ഇപ്പൊ സൗന്ദര്യബോധം കൂടിയിട്ടുണ്ട്. വയസ്സാം കാലത്താണ് എല്ലാവർക്കും സൗന്ദര്യബോധം കൂടുന്നത്. മനസ്സിലായ? ചെറുപ്പത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഇതിനൊക്കെ വേണ്ടിയുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ കുറച്ച് തമാശ പറഞ്ഞാട്ടെ, ക്ഷമിക്കണേ. അപ്പോ ഇങ്ങനെയുള്ള എത്ര പ്രൊഡക്റ്റുകൾ, നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ് വരുന്നത്. ഇതെല്ലാം ആളുകൾ വാങ്ങും. ഇപ്പൊ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക, നല്ല ടീം ഉണ്ടാക്കേണ്ട സൂത്രവാക്യം ഞാൻ പറഞ്ഞു, എളുപ്പവഴികൾ പറഞ്ഞു, വളരെ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ ആ ടീം അവരുടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങും. അവർ വാങ്ങി വിൽക്കാനുള്ള അവസരമുണ്ട്. അതിലൂടെ ഒരു മാസം 40 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഒരു വർഷം ഏകദേശം എത്ര കിട്ടും? 4,80,00,000 രൂപ കിട്ടാനുള്ള അവസരമാണ് ഡയറക്ട് സെല്ലിങ്ങിലൂടെ വേൾഡിലെ ഫസ്റ്റ് ക്ലാസ് നമ്പർ 1 ക്ലാസ് ആയ ബയോട്ടോറിയം നൽകിയിരിക്കുന്നത്. ഇത് പഠിക്കുക, അത്രേ ഉള്ളൂ. ടീമിനെ എന്ത് ചെയ്യുക? റീറ്റെയിലിംഗ് പഠിപ്പിക്കണം. നിങ്ങളുടെ ടീമിൽ ഒരു 50 പേരേ ഉള്ളൂ. ഡോണ്ട് വറി, 50 പേര് വന്നിട്ട് നമ്മുടെ ഓരോരുത്തരും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ 4 എണ്ണം കൂടി വിറ്റാൽ എത്രയായി എന്നറിയോ അല്ലേ? 200 പ്രൊഡക്റ്റ് അവിടെ പോയില്ലേ? അപ്പൊ അതിന്റെ PV വെച്ച് കൂട്ടുകയാണെങ്കിൽ വലിയ എമൗണ്ട് വരും. വേണ്ട, അൾട്രാവറി ഒരു 10 വാങ്ങി വിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ കച്ചവടം ചെയ്യാൻ പഠിപ്പിക്കണം. കച്ചവടം ചെയ്യാതെ കാശ് ഉണ്ടാവില്ലെന്ന്. കച്ചവടം ചെയ്യുന്നവരാണ് കോടീശ്വരന്മാരാകുന്നത്. സാധനം വാങ്ങുന്നവരാരും എവിടെയും കോടീശ്വരന്മാരായിട്ടില്ല. കുത്തുവാള എടുത്തിട്ടേ ഉള്ളൂ അല്ലെ? അതും ഇതും വാങ്ങിക്കൊണ്ട്. അപ്പൊ കച്ചവടം ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ കുറെ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത പിന്നെ ഇങ്ങോട്ട് വിളിക്കും. സീറ എന്റെ തീർന്നു ഇല്ല അൾട്രാവറി, രണ്ട് ദിവസമായി തീർന്നപ്പോ ഇവിടെയൊക്കെ കാലിനൊക്കെ വേദന വരുന്നുണ്ടെന്ന് പറയാൻ തീർന്നു. അപ്പൊ വേഗം വിളിച്ച് കൊണ്ട് കൊടുക്കാം. മനസ്സിലായ? എങ്ങനെ കച്ചവടം ചെയ്യാൻ പഠിക്കണം. അപ്പൊ 10 കസ്റ്റമറിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. മിനിമം ഞാൻ പറഞ്ഞു, മിനിമം 14,000 രൂപ കിട്ടിയില്ല. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചോളം ഹാപ്പിയാ. ഇങ്ങനെ 10 കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 50 പേര് നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ 500 കച്ചവടം നടക്കും ഒരു മാസം. ഇപ്പുറത്ത് 500 എണ്ണം നടക്കും ഇല്ലേ? ഒരെണ്ണം നടക്കുമ്പോൾ ഒരു 1:1 മാച്ച് ആകുമ്പോൾ ഏകദേശം 157 രൂപ 50 പൈസ കിട്ടും. 100 മാച്ച് ആയാൽ എത്ര കിട്ടി? 15,750 കിട്ടും. ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ ഏകദേശം 75,000 രൂപ നിങ്ങൾക്ക് പ്രതിമാസം ഒരു സാലറി കിട്ടും പോലെ ഉണ്ടാവും. 75,000 രൂപയെ 50 പേരുടെ ടീം മതി. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഏത് ജോലിക്ക് പോയാൽ കിട്ടും? ഇപ്പൊ 75,000 രൂപ. ഇത് ഒരു മാസമാണോ? ഇത് റെഗുലർ ആയിട്ട് കിട്ടും ഇല്ലേ?
അതാണ് ഇതിന്റെ കരിയർ പ്ലാന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ പാസീവ് ഇൻകം ആണ്. ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ജോയിനിങ് ഒന്നും നടന്നില്ലെങ്കിലും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ റെഗുലർ ആയിട്ട് വരുമാനം കിട്ടും. അതാണ് റീപർച്ചേസ് ഇൻകത്തിന്റെ പ്രത്യേകത. ആ ഒരു സെക്ടറിലേക്ക് ബയോട്ടോറിയം മാറിയിരിക്കുന്നു. എപ്പോഴും ആളുകൾ ചേരണമെന്നില്ല അല്ലെ. അപ്പോൾ വന്ന ടീം വെച്ചുകൊണ്ട്, ചെറിയ ടീമാണെങ്കിൽ പോലും അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവരിലൂടെ പല ഉൽപ്പന്നങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് മാസം കിട്ടും. 1000 സെയിൽ നടന്ന 1000 പേരല്ല വേണ്ട, ഇവിടെ 1000 കച്ചവടം നടന്നാൽ മതി. 1000 ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ടീമിൽ പോയാൽ മതി. 1,57,000 രൂപ കിട്ടും. ഒരു മാസത്തെ കഥയാണ് പറഞ്ഞത്. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനകത്ത് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ആണ് അല്ലെ. 38 ലക്ഷത്തി സംതിങ് രൂപയുണ്ട് അല്ലെ. 37,80,000 രൂപ ഒരു മാസം കിട്ടുന്ന ഒരു റീപർച്ചേസ് പ്ലാൻ ആണ്. ആ സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോ സ്വപ്നം കാണുന്നത്. മനസ്സിലായ? ഒരു മാസത്തെ റീപർച്ചേസ് ഇൻകം 37,80,000 രൂപ. അവിടെ സ്വപ്നം കണ്ടിരുന്ന മോനെ അല്ലെ. മനസ്സിൽ പറയാല്ലേ. ഞാൻ ആ സ്വപ്നം കണ്ടിരിക്കുകയാണ്. അത് വരുന്ന ദിവസം ഞാൻ നോക്കണത്. ഏത് ദിവസം 37,80,000 സ്ക്രീൻഷോട്ട് ഇടാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. അതൊരു മാസം അടിച്ചാണ്ടല്ലോ പിന്നെ എല്ലാ മാസം കടകടകടകടയെന്ന് പറഞ്ഞാൽ അടിക്കാൻ തുടങ്ങും. 37 ലക്ഷം രൂപ ആലോചിക്കണം. ഒരു കൊല്ലത്തെ ശമ്പളമല്ല ഇത്. ഒരു കൊല്ലം പണിയെടുത്ത് 37 ലക്ഷം കിട്ടുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊരു മാസത്തെ കാര്യമാണ് പറയുന്നത്. റീപർച്ചേസ് ഒരു മാസം 37 ലക്ഷം, ഏകദേശം 40 ലക്ഷം രൂപയുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾ സ്വപ്നം കാണണം. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യണം അല്ലെ. ടീം ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. വന്ന ടീമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക. ഓരോ പ്രൊഡക്റ്റുകളും സിമ്പിൾ ആയിട്ട് സെയിൽ ചെയ്യാനുള്ള ടെക്നിക്ക് ട്രെയിനിങ്ങുകൾ, പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകൾ നമ്മൾ ഓരോ ജില്ലയിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രെയിനിങ്ങുകൾ ഉണ്ടാവും. അതിലൂടെ പഠിച്ചെടുക്കുക. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് മാത്രമേ പറയേണ്ടുള്ളൂ. അല്ലാണ്ട് ഇതിന്റെ സയൻസ് മുഴുവൻ പറയേണ്ട പ്രൊഡക്റ്റിന്റെ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ നിങ്ങൾക്ക് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിലൂടെ വലിയൊരു വരുമാനം. അതാണ് യഥാർത്ഥ ഡയറക്ട് സെല്ലിങ്ങിന്റെ വരുമാനം എന്ന് പറയുന്നത്. നമ്മുടെ ടീം അവരുടെ ആവശ്യങ്ങൾക്കായി വീടുകളിലേക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് റെഗുലറായി കിട്ടുന്ന ഒരു വരുമാനമാണ് യഥാർത്ഥത്തിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ വരുമാനം എന്ന് പറയുന്നത്. അത് ഹ്യൂജ് എമൗണ്ട് ആണ്. മദർ പ്ലാന്റ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഒരു ദിവസം 30,000 രൂപയാണ് മാക്സിമം അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മാസം കൂടി വന്നാൽ 10 ലക്ഷം രൂപ 9 ലക്ഷം രൂപ എടുത്തേ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒരു മാസം 40 ലക്ഷം രൂപയോളം നേടാനുള്ള അവസരമുണ്ട് എന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് റീപർച്ചേസ് എല്ലാവരെ കൊണ്ടും ചെയ്യിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട് അവർ റീപർച്ചേസ് ചെയ്തു എന്ന് നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തണം. അടുത്ത മാസം മുതൽ പ്രത്യേകിച്ചും. ഈ മാസം സ്റ്റാർട്ടിംഗ് ആണ്, എന്നാലും എല്ലാവരും ഈ മാസം തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന ലീഗലായിട്ടുള്ള വേൾഡിലെ നമ്പർ 1 കമ്പനിയായ ബയോട്ടോറിയത്തിന്റെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതിന് ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി നമുക്ക് രേഖപ്പെടും. കാരണം അത്രയും പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഇതുപോലുള്ള സംരംഭത്തിലേക്ക് എത്താനും അല്ലെ ബയോട്ടോറിയത്തിലേക്ക് എത്താനും ബയോട്ടോറിയത്തിലും ഇവിടെ നിലനിൽക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിജയിക്കണമെങ്കിൽ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം ആവശ്യമാണ്. വിജയം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ്. തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. മനസ്സ് മാറാതെ അടിയുറച്ച് മിനിമം ഒരു 5 വർഷമെങ്കിലും ഞാൻ ബയോട്ടോറിയത്തിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്നുള്ള തീരുമാനം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സാക്ഷിയോട് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ സ്വയം ഒരു തീരുമാനം എടുക്കുക. ഞാനിവിടെ പറഞ്ഞതിനെ കൊണ്ടൊന്നും കാര്യമില്ല. എത്രയോ വർഷമായിട്ട് നമ്മൾ പലർക്കും വേണ്ടി പണി ചെയ്തവരാണ് അല്ലെ. പണി ചെയ്ത് നമ്മൾ ഇപ്പോഴും പണിക്കാരനായിക്കൊണ്ടിരിക്കുക. വേറൊന്നുമില്ല. അതുകൊണ്ട് ഇനി മുതലെങ്കിലുള്ള 5 വർഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പണി ചെയ്യുകയാണെന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഉറച്ചു നിൽക്കണം. അപ്പുറത്തിലും മധുര മനോഹരമായ വാഗ്ദാനങ്ങളായിട്ടൊക്കെ പലരും വരും, പല കമ്പനികൾ വരും, പലതും വരും. അതിനകത്തേക്കൊന്നും അറിഞ്ഞോ അറിയാതെയോ മനസ്സ് കൊടുത്താൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളുടെ പതനം അവിടെ ആരംഭിച്ചു എന്ന് കണ്ടാൽ. കാരണം നമ്മളെ അനുഭവമാണ് ഈ പറയുന്നത്. സ്റ്റിക്ക് ഓൺ ചെയ്തവര് മാത്രമേ എവിടെയും വിജയിച്ചിട്ടുള്ളൂ. മങ്കി സിൻഡ്രോം ബാധിച്ചവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നവര് അല്ലെ എവിടെയും വിജയിക്കൂല. കുറച്ച് നാളെയുമ്പോൾ അവിടെ നിന്ന് ചാടും, അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും. 1 കോടിയോ 2 കോടിയോ 3 കോടിയോ ഒന്നും അല്ല ഡയറക്ട് സെല്ലിങ്ങിന്റെ വരുമാനം എന്ന് പറയുന്നത് കേട്ടാ. അത് ആരും വിചാരിക്കണ്ട. ഇവിടെ ബയോട്ടോറിയത്തിൽ തന്നെ ഒരു ഐഡിയിൽ 6 കോടി രൂപ വാങ്ങാനുള്ള അവസരമാണ്. വെറും 3,100 രൂപ മുടക്കിയാൽ 6 കോടി രൂപയും ലോകത്തിലെ പല രാജ്യങ്ങളിലും സന്ദർശിക്കാനുള്ള ഫ്രീ ടിക്കറ്റുമാണ് കിട്ടുന്നത്. മനസ്സിലായ? 3,100 രൂപ മുടക്കിയാല് ഏകദേശം ഒരു 6 കോടി രൂപയും നിങ്ങൾക്ക് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഫ്രീ ആയിട്ട് സന്ദർശിക്കാം. ഫസ്റ്റ് തായ്ലൻഡ് ട്രിപ്പ് മുതൽ, ദുബായ് ട്രിപ്പ് മുതൽ, സിംഗപ്പൂർ ട്രിപ്പ് മുതൽ, യൂറോപ്യൻ ട്രിപ്പ് മുതൽ ഇങ്ങനെ വരികയാണ്. ആലോചിച്ച് നോക്കണം. അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യണം.
ഇവിടെ 1 കോടിയോ 2 കോടിയോ 3 കോടിയോ ഒന്നും അല്ല ഇവിടെ കപ്പലണ്ടിയുടെ കാശായിട്ടുള്ളതൊക്കെ അല്ലെ. കപ്പലണ്ടി മേടിക്കാറില്ലേ നമ്മൾ? കപ്പലണ്ടി മേടിക്കാൻ 10 രൂപ കൊടുത്താൽ മതി അല്ലേ ഒരു പാക്കറ്റിൽ. ടൈം പാസ് എന്ന് പറയുന്നത് എന്നിട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ 2 കോടി 3 കോടി 4 കോടിയൊക്കെ എന്ന് പറഞ്ഞാൽ. ഇവിടെ എത്ര കോടി വേണമെങ്കിൽ നേടാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. വലിയൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക, ഉറച്ചു നിൽക്കുക. പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവും, മനസ്സ് ചാഞ്ചാടരുത് അല്ലെ. മനസ്സ് ചാഞ്ചാടരുത്, അവിടെ ഉറച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് ഉറച്ചു നിന്നിട്ട് മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, സമയം കുറച്ചായി. ഇതാണ് ഇന്നത്തെ എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ടീമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ടീമിനെ എപ്പോഴും വിളിക്കുക, അവർക്ക് വേണ്ടുന്ന മോട്ടിവേഷൻ കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന എന്താ പറയാ നല്ലൊരു കോൺഫിഡൻസ് കൊടുക്കുക, റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക, അവരെ ഡെയിലി കോൺടാക്ട് ചെയ്യുക, അവരെ പേഴ്സണൽ കാര്യങ്ങൾ പോലെ നിങ്ങളുടെ സുഹൃത്തിനെ പോലെ നന്നായിട്ട് സംസാരിക്കുന്നവരാണ് ആ രീതിയിൽ സംസാരിക്കുക. എല്ലാത്തിനും എന്തിനും എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ടീമിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് പാസീവ് ഇൻകം കിട്ടും, മദർ ഇൻകം കിട്ടും, എല്ലാ ഇൻകം കിട്ടും. പാസീവ് ഇൻകത്തിന്റെ ഫ്രൂട്ടാണ് അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇനി വരുന്ന ഈ റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത്. ഹ്യൂജ് ഇൻകം നേടാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരു ടാർഗറ്റ് ഇടണം. ജൂലൈ ഇതൊക്കെ തീർന്നു പോട്ടെ, ഓഗസ്റ്റ് 31 അവസാനിക്കുമ്പോൾ എന്റെ റീപർച്ചേസ് സെൽഫ് റീപർച്ചേസ് ഇൻകം ഞാൻ മിനിമം 1 ലക്ഷം രൂപയെങ്കിലും ഒരു മാസം വാങ്ങിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഗോൾ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. മിനിമം അല്ലേ 1 ലക്ഷം രൂപയും ഉണ്ടാവും. 1 ലക്ഷം രൂപ കിട്ടാൻ ഒരു പണിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ടീമിനെ ഉണ്ടാക്കിയാൽ മതി. ഇത്രയുള്ള പ്രൊഡക്റ്റ്, പുതിയ പ്രൊഡക്റ്റുകൾ വരികയാണല്ലോ. ഇനി അടുത്ത മാസം തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ ആ പ്രൊഡക്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരോ ആളുകൾക്കും മിനിമം റീറ്റെയിൽ പ്രോഫിറ്റ് കൂടാതെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം തന്നെ 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. റീറ്റെയിൽ വേറെ കേട്ടോ. റീറ്റെയിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ കൈയോടെ വാങ്ങാം. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഗോൾ സെറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ആരും റെഡിയല്ലേ? റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒന്ന് കയ്യോ കാലോ പൊക്കുക, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ക്യാമറ ഓഫ് ചെയ്താലും മതി റെഡിയാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു ഗോൾ സെറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇപ്പൊ അത്രയും നാൾ നമ്മൾ ഫാമിലി ബോണസിനാണ് ഗോൾ സെറ്റ് ചെയ്തിരുന്നത് അല്ലെ. ഞാൻ ഇത്ര ഒരാഴ്ച കൊണ്ട് 3 ഫാമിലി ബോണസ് ഇരിക്കും. ഇപ്പൊ ഫാമിലി ബോണസ് ഒന്നും അല്ലാതായിരിക്കുക. മനസ്സിലായ? മെഴുകുതിരി വെച്ചെടുത്ത് നല്ല സൂര്യപ്രകാശം വന്ന പിന്നെ മെഴുകുതിരിക്ക് എന്തെങ്കിലും ശോഭയുണ്ടാവുമോ? ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു വയട്ടോറിയം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, മറ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുള്ള പല ഇന്നലെ ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു കമ്പനിയുടെ പേര് പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്താ ജോലി? ഞാനൊരു ബിസിനസ് ആണെന്ന്. എവിടെ പോയതാ? ബോംബെ പോയതാണെന്ന്. എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഞാനൊരു ബിസിനസ് ആണെന്ന്. അപ്പൊ അദ്ദേഹം ഒരു കമ്പനിയിൽ ബിസിനസ് ചെയ്യാണ്, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ നിങ്ങളുടെ കമ്പനിയുടെ പേര്? ഇന്നതാണ്. എന്റെ കമ്പനിയുടെ പേരെന്താ? ഞാൻ ഇന്നതാണ്. എവിടെ പോയതാ? ഞാൻ പറഞ്ഞു അതിന്റെ ഹെഡ് ഓഫീസിൽ പോയത്. അതെവിടെയാ? ഞാൻ ബോംബെയിൽ. എവിടെ? അയാൾ ബോംബെയിൽ കുറെ വർഷങ്ങളായിട്ടില്ല. ഞാൻ പറഞ്ഞു 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഓഫീസോ? ഞാൻ പറഞ്ഞു വാ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞു. കാർഡ് കൊടുത്ത് ഞാൻ പിന്നെ അധികം വർത്താനം പറയാന്നില്ല. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഫോണുകൾ വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ ഫോണൊക്കെ വെച്ച് കുറെ കഴിയുമ്പോൾ എന്നോട് ചോദിക്കുക ഈ പെട്രോളിയത്തിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ സംഭവം ഇന്നാണ് സാറേ, നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ഒറ്റക്ക് 1 ലക്ഷം, ഒരു 3000, ഒരു മാസം 1 ലക്ഷം ഉണ്ടാക്കാലോ. അത് വന്ന എന്നെ ഒന്ന് വിളിക്കണം കേട്ടാ. സാറിന്റെ കാർഡ് താന്നു. കാർഡ് കൊടുത്തു. മനസ്സിലായി? അപ്പൊ അത് നമുക്ക് DP പ്രൈസിന് കിട്ടണ ഐഡിയ അടിക്കണം അല്ലേ. നമ്മുടെ ഐഡിയ അടിക്കണം. ഐഡിയ അടിച്ചോളൂ. ഐഡിയ അടിക്കാൻ എത്ര വേണം? ഞാൻ വെറും 3200 രൂപ മതി. വലിയ പാക്കേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ കാർഡും വാങ്ങി എന്റെ നമ്പറൊക്കെ അവിടെ ഫീഡ് ചെയ്ത് വെച്ച് പോയിരിക്കുക ആള്. ആലപ്പുഴക്കാരനാണ്. മനസ്സിലായ? അപ്പൊ ഓരോ പ്രൊഡക്റ്റുകൾ നമ്മളെ ആളുകളെ ഇങ്ങനെ ആകർഷിക്കുന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് ബോംബെയിൽ ഭയങ്കര കണക്ഷനാണ്, ഈ പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കത്തിക്കാം, കേരളത്തിൽ നമുക്ക് ചെയ്യാം, ഇത് അടിപൊളി സംഭവമാണല്ലോ, ഇത് ഭയങ്കര ഒരു സംഭവമാകാൻ വേണ്ടി പോകണം. മനസ്സിലായ? അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ മലപ്പുറത്തുള്ള ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. അവര് ഗോവയിൽ ഒരു ടൂർ ഒക്കെ പോയിട്ട് വരുന്നത്. എനിക്ക് എവിടെ പോയി? ഗോവയിൽ. എന്താ പേര്? എന്റെ പേര് റസാഖ്, എന്റെ പേര് മജീദ്, മറ്റേ 4-5 പേരുണ്ടായിരുന്നു. എന്നെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ കച്ചവടം ചെയ്യുന്ന നല്ല കാര്യമാണ്, കച്ചവടത്തിനുള്ള എനിക്ക് സന്തോഷമാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് കച്ചവടം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കച്ചവടത്തിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം കൂടെ കിട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? ഞങ്ങൾ അതിനു വേണ്ടിയില്ലേ നടക്കുന്നത്. പൈസ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കിയിട്ട് നടക്കുന്നവരാണ് ഞങ്ങൾ. ഈ മഴക്കാലത്തായതുകൊണ്ട് 2 ദിവസത്തെ ടൂറിന് പോയതാണ്. മനസ്സിലായ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നാ നമുക്ക് നോക്കാലോ. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം. അരീക്കോടാണ് അവരുടെ വീട്. മനസ്സിലായേ? ഞാൻ ആ പ്രദേശത്തുള്ള ലീഡർക്ക് അപ്പം തന്നെ അയാളുടെ നമ്പർ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇന്ന് വിളിക്കല്ലേ, ഇന്നിപ്പോ ഞങ്ങൾ ട്രെയിനിൽ വന്ന് ഇറങ്ങിയതൊക്കെ ഉണ്ടുള്ളൂ, അതുകൊണ്ട് ഇന്ന് വിളിക്കണ്ട, നാളെ വിളിച്ചാൽ മതി പറഞ്ഞു. അരീക്കോടത്തെ ഒരു ലീഡർക്ക് ഞാൻ ആ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായ? ഒരു നോക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ വ്യാപാരി വ്യവസായി സമിതിയുടെ എന്തോ വലിയ മേഖല ചെയർമാനും മറ്റതും മറിച്ച് അവര് തന്നെ പറഞ്ഞു ഇവൻ ഭയങ്കര ആളാണ്, വ്യാപാരി വ്യവസായിയുടെ. ഞാൻ പറഞ്ഞു വ്യാപാരി വ്യവസായികളല്ലേ നമ്മുടെ ഈ സമൂഹത്തിന്റെ നട്ടിൽ എന്നൊക്കെ പറഞ്ഞ 2 പൊക്കലൊക്കെ കഴിക്കും. മനസ്സിലായ? നിങ്ങൾ കൊണ്ടൊന്ന് കച്ചവടം ചെയ്തിട്ടില്ലെങ്കിൽ സാധാരണക്കാരൻ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു ചോദിച്ചു. അപ്പൊ ഒരു നല്ല പൊങ്കലങ്ങോട് പൊങ്ങി അവര്. മനസ്സിലായ? അതിന്റെ ചെയർമാൻ സംഭവം ഒക്കെ നിങ്ങൾ വിചാരിച്ച ഇഷ്ടം പോലെ ആളെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ അങ്ങനെ അവർക്ക് സൂഹിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്.
അപ്പൊ കച്ചവടക്കാരൊക്കെ തട്ടിപ്പുകാരാണ്, നിങ്ങൾ വില കൂട്ടിയല്ലേ വെക്കുന്നത്, 10 രൂപ സാധനം 40 രൂപ വെക്കുന്ന ആളല്ലേ നിങ്ങൾ പറഞ്ഞാലും അവർ നമ്മുടെ അടുത്തേക്ക് വരുമോ? ഇല്ല. അവരതിനെ പൊക്കി മധുര മനോഹരമായിട്ട് പറഞ്ഞു. അവിടെ നിന്ന് ഒരു 3-4 ടീം ഇപ്പൊ കയറാൻ വേണ്ടി പോകും അടുത്ത ദിവസം. ഞാൻ പറഞ്ഞു വന്നത്, അവസരം അടിയുണ്ട്. ലൈഫ് ഈസ് ഫുൾ ഓഫ് പോസിബിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അവസരമില്ലാതെ ആരും കരയണ്ട ഇവിടെ, മനസ്സിലായ? എനിക്ക് അവസരമില്ല സാറേ, എനിക്ക് കാശ് കിട്ടിയില്ല സാറേ എന്ന് പറയുന്നത്. അവസരമാണ് ഇവിടെ ബയറട്ടോറിയം നൽകിയിരിക്കുന്നത്. ഇനി റീറ്റെയിലിംഗിലൂടെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ടീമിനെ ബിൽഡ് ചെയ്താൽ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഏതാ വേണ്ട നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് വിറ്റിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കണോ, അല്ല ടീം ബിൽഡ് ചെയ്തിട്ട് കോടികൾ ഉണ്ടാക്കണോ, തീരുമാനിക്കാം. ചോയ്സ് ഇസ് വേഴ്സ്, മനസ്സിലായ? ചോയ്സ് ഇസ് വേഴ്സ്. അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളൂ, അഭിലാഷ് സാറേ, അടുത്ത മാസം എല്ലാവർക്കും നമുക്ക് ഗോൾ സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന ആളായിരുന്നു ഞാൻ നോക്കും. ഓഗസ്റ്റ് 1 മുതൽ 31 വരെയുള്ള ഡേറ്റ് ഉണ്ട്. സെപ്റ്റംബർ 1-ാം തീയതി സ്ക്രീൻഷോട്ട് ഇടണം നിങ്ങളുടെ സെൽഫ് റീപർച്ചേസ് ഇൻകം. ആ സെൽഫ് റീപർച്ചേസ് ഇൻകം ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ആൾക്ക് നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കും. ഗിഫ്റ്റ് ഒക്കെ നമുക്ക് പിന്നീട് അനൗൺസ് ചെയ്യാം. വേണ്ട, അത് നമ്മുടെ കേരള ടീമിന്റെ കോർ കൂടി തീരുമാനിക്കും. ഒരു സംശയം വേണ്ട, കോർ കൂടി തീരുമാനിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും ലക്ഷ്യം അതിലേക്കായിരിക്കണം. ഇനി ലക്ഷങ്ങൾ വാങ്ങാൻ 40 ലക്ഷം രൂപ ഒരു മാസം വാങ്ങാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു പ്ലാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാവരും വിജയത്തിലേക്ക് അടുത്തിരിക്കുന്നു. ഒരു പ്രയാസവും വേണ്ട, പ്രതിസന്ധിയും വേണ്ട. നമ്മുടെ സെന്ററുകളെല്ലാം ശക്തമായി, BOP-കൾ അതിശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇന്നലെ മിനിയാന്ന് എറണാകുളം BOP ആയിരുന്നു. ഇനി അടുത്ത തിങ്കളാഴ്ച കോട്ടയം BOP ആണ്. അത് കഴിയുമ്പോൾ ചൊവ്വാഴ്ച തൃശ്ശൂർ BOP ആണ്. അടുത്തത് മലപ്പുറം BOP വരാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ എല്ലാ ജില്ലകളിലും ബയട്ടോറിയം അഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ഈ പെരുമഴക്കാലത്ത് ജനഹൃദയങ്ങളിലേക്ക് ഡയറക്ട് സെല്ലിങ്ങിന്റെ വസന്തം എത്തിക്കാൻ വേണ്ടിയിട്ട് ബയട്ടോറിയം തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും എല്ലാ പ്രോഗ്രാം സെന്ററിലും സജീവമാകണം. എല്ലാവരും ഓരോരോ പ്രോഗ്രാം സെന്ററിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കോർ ലീഡേഴ്സ് എല്ലാ പ്രോഗ്രാം സെന്ററിലേക്കും സജീവമാകണം. നിങ്ങളെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഓരോ ടീമിന്റെയും കോർ ഉണ്ടാവും. ആ ടീമിന്റെ കോറുമായിട്ട് ഓരോ ലീഡേഴ്സും അവിടെ എത്തണം. അവിടെ വരാത്തവരുടെ കണക്കെടുക്കണം, കൃത്യമായിട്ട് അവരെ വിളിക്കണം, അവർക്കെല്ലാം ടാർഗറ്റ് കൊടുക്കണം. റിക്രൂട്ട്മെന്റും റീറ്റെയിലും നടത്തണം. എത്ര റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ട്, എത്ര റീറ്റെയിൽ നടത്തിയിട്ടുണ്ട്, നിങ്ങളുടെ ടീമിലേക്ക് അനലൈസ് ചെയ്യണം. നിങ്ങൾ എന്നാലേ ടീം വളർത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ടീം ക്രിയേറ്റ് ചെയ്തിട്ടാകുമ്പോൾ ടീമിന് റിക്രൂട്ട്മെന്റ് ഒരു മാസം ഇത്ര റിക്രൂട്ട്മെന്റ് വേണമെന്നുള്ള ഒരു കമ്പൽസറി കൊടുക്കണം അവർക്ക്. മനസ്സിലായില്ല? ഇവിടെ നോ ബോസ് എന്നൊക്കെ പറയുന്ന നമ്മൾ ഇവിടെ ബോസ് ഒന്നുമില്ല. ഇവിടെ സൗഹൃദ കച്ചവടമാണ്, മനസ്സിലായ? ഇവിടെ സ്നേഹ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ കച്ചവടം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് റിക്രൂട്ട്മെന്റ് ഇത്ര, റീറ്റെയിലിംഗ് ഇത്ര. ഇത് കർശനമായിട്ട് നിങ്ങൾ ഓരോ ചെറിയ കോർ ഉണ്ടാക്കണം. 15 പേരുടെയോ 10 പേരുടെയോ കോർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ മാസം എത്ര റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട്, എത്ര റീറ്റെയിലിംഗ് നടന്നിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടി സാധിക്കണം ഓരോ ടീമിനും. ചന്ദ്രമാഷെ, എന്നാൽ മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് സമുദ്രം പോലെ ഇങ്ങനെ തുറന്നു വിട്ടാലൊന്നും വളരില്ല. ടീമിനെ ഷോർട്ടാക്കണം. 10-15 പേരുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോരുത്തരും അവരുടെ കോറിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പരിശോധനകൾ നടത്തണം. നമുക്ക് അതിന്റെ ആത്മപരിശോധനകൾ ഉണ്ടാവണം. എപ്പോഴും ഒരു കണക്കെടുപ്പുകൾ ഉണ്ടാവണം. എന്നാലേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ രീതിയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, വിജയത്തിന്റെ ലഹരി ഇത് വേറെയാണ് അല്ലേ? ഇന്ന് ലഹരിയുടെ പിറകെയാണ് ആളുകൾ ഓടുന്നത്. ചെറുപ്പക്കാരൊക്കെ ലഹരിയുടെ പിറകെ ഓടുകയാണ്. ലഹരി എന്ന് പറഞ്ഞ MDMA മുതൽ അങ്ങനെയുള്ള ലഹരിയുണ്ട്. അതൊന്നുമല്ല നമ്മളിവിടെ പറയുന്നത്. നമുക്ക് വേണ്ടത് വിജയലഹരിയാണ്. ആ വിജയലഹരി എന്ന് പറഞ്ഞ വിജയലഹരി കയറി കഴിഞ്ഞാണല്ലോ ഒരു ആവേശം ഉണ്ടാവും നമുക്ക്, മനസ്സിലായ? അത് അഹങ്കാരമായിട്ട് മാറരുത്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റാണ്. വിജയലഹരി വരുമ്പോ അത് നമ്മൾ മനസ്സിലേക്ക് കൊടുക്കരുത്, മനസ്സിലായല്ലേ? അത് മനസ്സിലേക്ക് കൊടുക്കരുത് സുഹൃത്തുക്കളെ. വിജയലഹരി അഹങ്കരിക്കുന്നവരുണ്ടാവും. വിജയലഹരി വരുമ്പോ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ തീർന്നു കേട്ടാ, അതിനോട് നാശത്തിലേക്ക് പോകും. ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിജയലഹരി ആവശ്യമാണ്. വിജയലഹരിയിൽ ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും നിങ്ങൾക്കും നമ്മുടെ ടീമിനും സാധിക്കട്ടെ. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗോളുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് കമ്പനി തരുന്ന വരുമാനം എല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി എന്റെ ലക്ഷ്യം 1 കോടി നേടുക എന്നുള്ളതായിരുന്നു ആദ്യ ലക്ഷ്യം. അത് നേടി. അടുത്തത് ഫാസ്റ്റായിട്ട് 37 ലക്ഷം 40 ലക്ഷം രൂപയുടെ ഇൻകം ഉണ്ട്. എന്റെ കൃത്യ എമൗണ്ട് ഞാൻ മറന്നുപോയി അല്ലെ? 37,80,000 ആണെന്ന് തോന്നുന്നു. അത് നേടുക എന്നുള്ളത്, അതിന്റെ പകുതിയെങ്കിലും ഫാസ്റ്റായിട്ട് നേടുക എന്നുള്ളതാണ്. ഒരു 20 ലക്ഷമെങ്കിലും ആദ്യം അടിക്കുക എന്നുള്ളതാണ്, മനസ്സിലായ? ആ ഒരു ആവേശത്തിൽ നിങ്ങൾക്ക് ഇതിനെ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ. നല്ലൊരു ടീം ബിൽഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ. അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും പിന്തുണയും കമ്പനിയുടെ ഭാഗത്തുനിന്നും ടീമിന്റെ ഭാഗത്തുനിന്നും എന്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രോഗ്രാം സെന്ററുകളിലേക്ക് കൂടുതൽ ആളുകളുമായിട്ട് എത്തുക, ഇതുപോലുള്ള സൂം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സുപ്രഭാതത്തിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയട്ടോറിയം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു. ഇത്രയും മനോഹരമാക്കി നമ്മുടെ ഈ പ്രോഗ്രാം മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിനോടൊപ്പം നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഒരു പ്രഭാതം നിങ്ങൾക്ക് എല്ലാവർക്കും വിജയത്തിൻ്റെതാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു. താങ്ക് യു.